ഇനി വിഷയത്തിലേക്ക് വരാം. ഞാൻ ഒരു ഏകദേശം ഒരു 10-30 ഗ്രൂപ്പിന്റെ മോൾക്ക് ഉണ്ട് തോന്നുന്നു ടോട്ടലി. അപ്പൊ ഇതൊക്കെ കൂടി മാനേജ് ചെയ്യാൻ കുറച്ച് സമയത്തിന്റെ പരിമിതികൾ ഉണ്ടായതുകൊണ്ട് നമുക്കൊരു ഓരോ ഗ്രൂപ്പിനും ഒരു അഡ്മിൻ ടീമിനെ ബിൽഡ് ചെയ്യാനുള്ള ഒരു പ്ലാൻ. അഡ്മിൻ ടീംസ് മീൻസ് ഓരോ ഗ്രൂപ്പിനെ ബേസ് ചെയ്തിട്ടല്ല, ഓരോ ഡൊമൈനെ ബേസ് ചെയ്തിട്ട്. അതായത് പൈത്തൺ, അങ്ങനെ ഓരോ ടെക്നോളജി ഉണ്ടല്ലോ. അതായത് ഫ്ലട്ടർ ആണെങ്കിലും പൈത്തൺ ആണെങ്കിലും റിയാക്ട് ആണെങ്കിലും നോഡ് ജേഴ്സ് ആണെങ്കിലും മറ്റുള്ള ടീം നമ്മുടെ മെയിൻ ആസ്ഥാന മേസ്തരി എത്തിയിട്ടുണ്ട്, ഹിനഹനാനി. അപ്പം ഓരോ വാട്സപ്പ് ഗ്രൂപ്പും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ, അതായത് ഓരോ ഡൊമൈൻ ബേസ് ചെയ്തിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഗോലാങ് ആണെങ്കിൽ അതിനൊരു അഡ്മിൻ ടീം എന്നുള്ള ലെവലില് ഇങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഗുണം വേറെ ഒന്നല്ല. നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ പല ടക്ക് ഡിസ്കഷൻസും എന്താ ഇല്ല വാട്സപ്പിൽ നടക്കാറില്ല, കുറവാണ്. അപ്പൊ അത് ഒരു അഡ്മിൻ ടീം മാനേജ് ചെയ്യാൻ ഒരു ടീം ഉണ്ടാകുമ്പോൾ ഇതിന് മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മള് പുതിയ ടെക്നോളജി പഠിക്കുമ്പോൾ പല ആൾക്കാരും ഇതിലെന്ത് ചെയ്യാറില്ല, ഗ്രൂപ്പിൽ കൊണ്ടുവന്നിടാറില്ല പുതിയത് പഠിച്ചു കഴിഞ്ഞാൽ. ശരിക്കും ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പുതിയത് പഠിച്ചോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഒരു നമ്മൾ ആർട്ടിക്കിൾ എഴുതുമല്ലോ, എന്തെങ്കിലും പുതിയതിനെ കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്തതിൻ്റെ നമ്മൾ തോട്ട് ലിങ്ക്ഡിനിലോ അല്ലെങ്കിൽ മീഡിയത്തിലോ അങ്ങനെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നമ്മൾ എഴുതാറുണ്ട്. ഈ എഴുതുന്നതൊന്നും ഗ്രൂപ്പിൽ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യാറില്ല. പോസ്റ്റ് ചെയ്താൽ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാറില്ല. പലപ്പോഴും പല ആൾക്കാർ ആർട്ടിക്കിൾസ് എഴുതുമ്പോൾ ഞാൻ എന്റെ കണ്ണിൽ പെടുന്നത് മൊത്തം ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട്, ലിങ്ക്ഡിൻ അടക്കം ഞാൻ നല്ലോണം സപ്പോർട്ട് ചെയ്യാറുണ്ട്. കാരണം അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് അതിലൊരു കമന്റ് ഇട്ട് അതിലെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ചോദിച്ച് അതെങ്ങനെ സോൾവ് ചെയ്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് ഒരു പോസിറ്റീവ് വൈബ് അതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാറില്ല പലപ്പോഴും. അപ്പൊ പല ഗ്രൂപ്പുകൾ നോക്കിയാൽ അറിയാം, എന്തെങ്കിലും ആരെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ പോസ്റ്റ് കൊണ്ടുവന്ന് ഇടുക എന്നല്ലാതെ ഇപ്പൊ മീറ്റപ്പിൽ തന്നെ ഇപ്പൊ മീറ്റിംഗിൽ വന്നിട്ട് തന്നെ ഏകദേശം കുറെ ആൾക്കാർ വെറുതെ വന്ന് കയറി വെക്കുന്നു, തലട്ടോക്കും, എന്താ കാര്യം ഒന്നും നോക്കൂല, വിഷയം എന്താന്നുള്ള മനസ്സിലാക്കി വെക്കാതെ നേരെ അവർ ലെഫ്റ്റ് അടിച്ചു പോകും. അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഗ്രൂപ്പിലും, അങ്ങനെ പലപ്പോഴും ഉണ്ടായിട്ടില്ല. പിന്നെ റിഫൈൻ ചെയ്ത് വരുന്നതാണ്. പിന്നെ ഗ്രൂപ്പ് അങ്ങനെ ആക്കി മാറ്റിയത് കൊണ്ടാണ് ഓട്ടോമാറ്റിക് കുറെ ആൾക്കാർ സ്റ്റേബിൾ ആയിരിക്കുന്ന ഓൾമോസ്റ്റ് ആൾക്കാരും അതിനാവശ്യക്കാരായിരിക്കാൻ സാധ്യതയുണ്ട്, 40% ആൾക്കാർ. അപ്പൊ ഇതിൽ ഇങ്ങനൊരു ചേഞ്ച് ആയിട്ടുള്ള സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓരോ ടോപ്പിക്കിനെ കുറിച്ച് ഇപ്പൊ നമ്മുടെ ഗോലാങ്ങിന് അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് അറിയുന്ന ടെക്നോളജി കോഡ്ലിനാണ്. കോഡ്ലിന് ഇതിൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷനെ വെച്ച് ഞാനൊരു ആർട്ടിക്കിൾ എഴുതിയെന്ന് വിചാരിക്കുക. ആ സമയത്ത് ഞാനത് എന്ത് ചെയ്തു, നേരെ കോഡ്ലിന്റെ ഗ്രൂപ്പിൽ, ബാക്കിയുള്ള ഗ്രൂപ്പിലൊന്നും ഇടരുത്, ആ ഡൊമൈൻ ഏതാണോ ഡൊമൈൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പിൽ ഇടുക. ഇനി നിങ്ങൾ ഒരു ഗ്രൂപ്പിലെ പാടുള്ളൂ, ഒരു ഡൊമൈൻ റിലേറ്റ് ചെയ്ത് മൾട്ടിപ്പിൾ ഡൊമൈനിൽ നിങ്ങൾക്ക് നിൽക്കാം. പക്ഷെ ഫ്ലട്ടർ 1, ഫ്ലട്ടർ 2, ഫ്ലട്ടർ 3 എന്നുള്ള ഗ്രൂപ്പിന് പകരം നിങ്ങൾ ഫ്ലട്ടർ 1-ലോ 2-ലോ 3-ലോ മാത്രം നിന്നാൽ മതി. അല്ലാത്ത ഗ്രൂപ്പ് നിങ്ങൾ ലെഫ്റ്റ് അടിച്ചോളണം. ഈ അഡ്മിൻ ടീം എന്തായിരിക്കും, നിങ്ങൾ എഴുതിയത് ബാക്കിയുള്ള ഇപ്പൊ നിങ്ങൾ ഒന്നിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ 2-ലോ 3-ലോ ഒക്കെ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യും. ആ ലെവലിൽ ഒന്നും കൂടി സ്ട്രക്ചർ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഫ്ലട്ടറിന്റെ മീറ്റപ്പ് നടത്താം. ഫ്ലട്ടറിന്റെ ഡിസ്കഷൻ നടത്തുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ്, അതിലേക്ക് ഞാൻ വരാം, അത് ഗ്രൂപ്പിന്റെ കാര്യത്തിൽ ഒന്ന് പറയാം. അപ്പൊ ഇങ്ങനത്തെ ഒരു സിസ്റ്റം കൊണ്ടുവരാം. പിന്നെ നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് എഴുതിയത് ആ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം, അതിന് സപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനം, പുതിയ എന്തെങ്കിലും ടെക്നോളജി ആരെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും അപ്ഡേഷൻ വന്നു, ഇപ്പോൾ ചില ഫയൽസ് ഡിപ്രിക്കേറ്റ് ആവും അല്ലെങ്കിൽ ചില ക്ലാസ്സസ് ഡിപ്രിക്കേറ്റ് ആവാൻ സാധ്യതയുണ്ട്. അതിന് ഡിപ്രിക്കേഷനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ ഉണ്ടാവും അല്ലെങ്കിൽ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ ഉണ്ടാവും. അത് ഗ്രൂപ്പിൽ കൊണ്ടുവന്ന് വരിക. പനി പറഞ്ഞു. പനി ഹാൻഡ് റൈസ് ചെയ്തല്ലോ, പറഞ്ഞോളൂ. സോറി, മ്യൂട്ട് ചെയ്തു. പിന്നെ സ്പാമിന്റെ കാര്യം മെയിനായിട്ട് ഒരു ബുദ്ധിമുട്ടുള്ള കേസാണ്. കാരണം ഞാൻ പല ഗ്രൂപ്പുകളും കണ്ടിന്യൂസ്ലി ശ്രദ്ധിക്കുന്നതാണ്, പ്രത്യേകിച്ച് റയർ ആയിട്ടുള്ള ടെക്നോളജി, CPP, ബ്ലോക്ക് ചെയിന്, പിന്നെ അതുമാതിരി ഗോലാങ്, റസ്റ്റ് അങ്ങനെയുള്ളതൊക്കെ. പക്ഷെ അതിലൊക്കെ ആ ലാംഗ്വേജിനേക്കായി കൂടുതൽ വരൽ ജനറൽ പോസ്റ്റുകൾ അല്ലെങ്കിൽ സ്പാമാണ്. അപ്പോൾ നമ്മൾ ഒരു കമ്മ്യൂണിറ്റിന്റെ അണ്ടറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ജനറൽ പോസ്റ്റുകൾ അനൗൺസ്മെന്റ് ആയിട്ട് വിടാൻ പറ്റുന്നതാണ്. പിന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ജനറൽ പോസ്റ്റുകൾക്ക് മാത്രമായിട്ട് ഒരു ഗ്രൂപ്പ് വെച്ചിട്ട് അതിൽ വിടാം, എന്നാലും പ്രശ്നമില്ല. പക്ഷെ ഇത് എല്ലാ ലാംഗ്വേജ് ഗ്രൂപ്പിലും സെയിം പോസ്റ്റർ പോകുന്ന ഒരു പ്രശ്നമുണ്ട്. ഗ്രൂപ്പ് അതിന് വെക്കണമായിരിക്കും ഏറ്റവും നല്ലത്. ബനി, അതിനൊരു കേസ് ഉണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് ഫുള്ളി ഇത് ഒരു ഓപ്പൺ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് അതിന് കുറച്ച്
റെസ്ട്രിക്ഷൻസ് വെക്കേണ്ടി വരും. പക്ഷെ ആ പോസ്റ്റ് ചെയ്യുന്ന ആള് ഒന്ന് അവെയർ ആയിരിക്കും. ഈ ടെക്നോളജി ഇപ്പോൾ ഒരു ജോബ് വാക്കൻസി ആണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഫ്ലട്ടറിന്റെ വാക്കൻസി ഉള്ളത് വെറുതെ മേൺ സ്റ്റാക്കിലോ അല്ലെങ്കിൽ റിയാക്റ്റിലോ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഒന്നാമത്തെ കേസ്. പിന്നെ IT ജോബിന്റെ വാക്കൻസീസ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഓൾറെഡി 5-8 ഗ്രൂപ്പ് ഉണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സജസ്റ്റ് ചെയ്യാം. അഡ്മിൻ ടീമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിലിടാം. ഫ്ലട്ടറിന്റെ ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിർബന്ധമായിട്ടും ആ വാക്കൻസി പോസ്റ്റ് ചെയ്തോളണം. അതിന് വേണ്ട സജ്ജീകരണം എല്ലാം എന്റെ ഭാഗത്തുനിന്ന് വേണ്ടാക്കി ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് കോട്ട്ലിന്റെ ഏതെങ്കിലും ഡൊമൈൻ ബേസ് ചെയ്തിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. പിന്നെ ചിലതുണ്ട്, ചില ആളുകളുണ്ട് പിന്നെ സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഇപ്പൊ ഫ്രീലാൻസേഴ്സിനൊക്കെ സപ്പോർട്ട് ചോദിച്ചുകൊണ്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ജനറലി ചിലപ്പം ആളുകൾ കിട്ടേണ്ടി വരും. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നെഗ്ലക്ട് ചെയ്ത് വിടാം. കാരണം അവർക്ക് റിക്വയർമെന്റ് കിട്ടേണ്ട കാര്യമായതുകൊണ്ട്. അല്ലാത്ത കാര്യങ്ങളൊക്കെ പരമാവധി ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കുറെയൊക്കെ നമ്മൾ കണ്ടറിയാന്നുള്ളതാണ്. കാരണം ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം നമ്മളൊക്കെ ബനിയൊക്കെ പഠിക്കുന്ന ടൈമിൽ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം പോയിട്ട് ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് പോലും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു അല്ലെ? ഓർമ്മ ഉണ്ടോ? ഇപ്പോഴത്തെ ജനറേഷൻ ഒരുപാട് കാര്യങ്ങൾ. ഒരു കാര്യം ഡിസ്കോഡ്, ഒരാൾ ഒരു കാര്യം പറഞ്ഞു ഇവിടെ എന്തില്ല, കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ പറയലില്ല കേട്ടോ. ഞാനും നിങ്ങളുടെ പെട്ട നിങ്ങളെ പോലത്തെ ഒരാളാണ്. ഹാൻഡ് റൈസ് ചെയ്യുക, കാര്യം പറയാം. തെറ്റോ ശരിയൊക്കെ ഉള്ള ഇവിടെ രണ്ടാമതാണ്. അതിൽ ഇവിടെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല, തെറ്റൊന്നും ശരിയല്ലെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക, അതിന് ശരി കണ്ടെത്തുക. പറഞ്ഞോളൂ, നിങ്ങൾ എന്തൊരു കമന്റ് ഇട്ടല്ലോ, അർജുൻ പറ. റിയാസ് ഭായി എന്നോടത്താണോ? ഹലോ പറഞ്ഞോ. ബ്രോ, ബ്രോയ്ക്ക് പേഴ്സണൽ ഒരു DM ചെയ്തിട്ടുണ്ട്. ഇപ്പോഴല്ല, കുറച്ച് ദിവസം മുമ്പ്. അത് ഇപ്പൊ നിങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊന്നും ഇല്ല. വേറൊരു കാര്യമാണത്. അത് താങ്കളൊന്ന് സൗകര്യം പോലെ നോക്കിയിട്ടൊന്ന് അതിനൊരു മറുപടി കിട്ടാം കേട്ടോ. വോയിസ് ബ്രേക്ക് ആവുണ്ടോ? ഹലോ, കട്ടാകുന്നു തോന്നുന്നുണ്ട്. ബനി, എനിക്ക് മാത്രമാണോ വോയിസ് ബ്രേക്ക് ആവുണ്ട്? അല്ല, ചെറുതായിട്ട് സൗണ്ട് ബ്രേക്ക് ആയി. സൗണ്ട് ഇടക്ക് ചിലമ്പിക്കണമായിരുന്നു റിയാസ്. എൻ്റെ ഒരു ഇയർഫോണിന്റെ പ്രശ്നമായിരിക്കും സാധനം. ഞാൻ ഡിവൈസ് ഒന്ന് മാറ്റി പിടിക്കട്ടെ. ഓക്കെ, ഞാൻ ഡിവൈസ് ഒന്ന് മാറ്റുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ കേൾക്കാവോ? കേൾക്കാം. ഇപ്പൊ ക്ലിയർ ആയില്ലേ? സൗണ്ട് ക്ലിയർ അല്ല? ഓക്കെ, അർജുൻ പറഞ്ഞ എന്തായിരുന്നു എനിക്ക് മനസ്സിലായില്ല കേട്ടോ. വോയിസ് ബ്രേക്ക് ആയി പോയതാന്ന് അറിയില്ല. അർജുന നെറ്റ്വർക്ക് ഉള്ള സ്ഥലത്തേക്ക് ഒന്ന് നിൽക്കുക, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ വാട്സപ്പ് കമ്മ്യൂണിറ്റി നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമുണ്ട്. അതിന്റെ ദിൽദയാൽ എന്തോ ഹാൻഡ് റൈസ് ചെയ്തല്ലോ, പറഞ്ഞോളൂ. റിയാസ് ബ്രോ, ഹലോ, കേൾക്കുണ്ടോ? കേൾക്കാം. റിയാസ് ബ്രോ, നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വെച്ച് കുറച്ചും കൂടി ബെറ്റർ ഡിസ്കോഡ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു മീൻസ്. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു. ഡിസ്കോഡ് എല്ലാവർക്കും യൂസ് ചെയ്ത് വലിയൊരു സംഭവം ശരിയാണ്, ഓക്കെയാണ്. പക്ഷെ ഡിസ്കോഡ് നോക്ക് നമുക്ക് മാറ്റാം, ഘട്ടം ഘട്ടം മാറ്റാൻ പറ്റും. പെട്ടെന്ന് ജമ്പ് ചെയ്യാൻ പറ്റൂല. മീൻസ് നമുക്ക് അവിടെ സംവിധാനത്തിന് ഒരു ആപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്ലേ സ്റ്റോറിൽ ആപ്പ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പ്ലേ സ്റ്റോറിൽ ഡിപ്ലോയ് ചെയ്യേണ്ട കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് ആയിട്ട് ഡിസ്കോഡിലേക്ക് മാറും. ആ സമയത്ത് കുറച്ച് ഡാറ്റ കളക്ട് ചെയ്യും, കാരണം വെരിഫിക്കേഷന് വേണ്ടിയിട്ട്. ഡാറ്റ മീൻസ് ഒരു പേഴ്സണൽ ഐഡന്റിറ്റി ഒന്നും അല്ല കേട്ടോ, ഒരു റെസ്യൂം, ഇങ്ങനത്തെ കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യം നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റണ്ടേ. അല്ല, ഞാൻ ഡിസ്കോഡ് സെർവർ ഞാൻ ഓൾറെഡി എനിക്കുണ്ട്, ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനെ മീൻസ് ഈ ട്രേഡിങ്ങും പിന്നെ പ്രോഗ്രാമിങ് അതിന്റെ പരിപാടിക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഞാൻ എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നുള്ളൂ. അത് സംഭവം ശരിയാണ്, ബ്രോ പറഞ്ഞത് കറക്റ്റ്. ഞാനും ഡിസ്കോഡ് ഉപയോഗിക്കുന്ന ആളാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും ഒരുവിധമൊക്കെ ഡിസ്കോഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത്
വാട്സപ്പ് പെട്ടെന്ന് ജമ്പ് ചെയ്യൽ നടക്കില്ല. നമുക്കൊരു പാരലലി ഇങ്ങനെ നടക്കുള്ളൂ, ഓരോ സ്റ്റെപ്പ് ആയിട്ട്. അതിന് പെട്ടെന്ന് ഒരു അല്ല, ടീമിനെ നമ്മൾക്ക് ഇപ്പൊ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ വെച്ച് നമുക്കിപ്പോ മറ്റേ എന്തെങ്കിലും ഇത് വന്ന് നമുക്ക് ബാൻ കൊടുക്കുക അല്ലെങ്കിൽ ടൈം ഔട്ട് കൊടുക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് അതിനകത്ത്. അതെ അതെ, അത് കുറച്ചും കൂടി അതെനിക്ക് നമുക്ക് മനസ്സിലായി, മീൻസ് സംഭവം ആ ശരിയാണ്, കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും, വാട്സപ്പ് പോലെയല്ല. ഉം ബനി എന്തോ പറഞ്ഞല്ലോ. അല്ല, ഞാൻ ഡിസ്കോഡ് മുമ്പ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്കോഡിൽ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ചാനൽസ്, വോയിസ് ചാനൽസ്, ടെസ്റ്റ് ചാനൽസ്, അഡ്മിൻ ഓൺലി, എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷെ ഇതാണ് ഡിസ്കോഡ് എത്രത്തോളം ആളുകൾ ഒരു വാട്സപ്പ് യൂസ് ചെയ്യുന്ന മാതിരി ഡെയിലി യൂസിൽ യൂസ് ചെയ്യുന്നുള്ളത് ഒരു പ്രശ്നമാണ്. രണ്ടാമത് അതാണ് എനിക്കൊരു പ്രശ്നം. ബുദ്ധിമുട്ട് വന്നത് മറ്റേ ഡാറ്റ യൂസേജ് ആണ്. ഡിസ്കോഡ് നല്ല ഹൈ ഡാറ്റ യൂസേജ് ആണ്. ഇപ്പോൾ വാട്സപ്പ് ആണെങ്കിലും ഇവൻ ഗൂഗിൾ മീറ്റ് ആണെങ്കിലൊക്കെ നമുക്ക് ഈവൻ 2G 3G വരെ നമുക്ക് ആക്സസ് ചെയ്യാം. 4G 5Gയിലൊക്കെ ആക്സസ് ചെയ്യാം. 2G വരെ നമുക്കത് റണ്ണിങ് ആവും, ഓൺ ദ ഗോ റണ്ണിങ് ആവും. നേരെ മറിച്ച് ഡിസ്കോഡ് ഒന്നും നമുക്ക് അങ്ങനെ വൈഫൈ നെറ്റ്വർക്കിലല്ലാതെ ലോഡായി കിട്ടുന്നില്ല. അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. കാരണം അവരെ എൻക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ്. പക്ഷെ എന്താ വെച്ചാൽ യൂസർ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് വരുമ്പോൾ, യൂസർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് വരുമ്പോൾ പലർക്കും ദഹിക്കുന്നില്ല. ഒരുപാട് ഫീച്ചേഴ്സ് കുത്തിക്കയറ്റും. ബട്ട് നമ്മള് നമുക്കെന്താ വെച്ചാൽ ഒരു ഒരു ട്രെയിനിങ് കൊടുത്തു ബനി കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ ലെവലാവുന്നുള്ളൂ. പറ്റൂലേ, നമുക്ക് സ്റ്റെപ്പ് ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യുക. അതായത് വാട്സപ്പ് കംപ്ലീറ്റ്ലി ഡൗൺ ആക്കാതെ നമുക്ക് ഡിസ്കോഡും പാരലലി കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം എന്നുള്ള ലെവലിൽ മെല്ലെ മെല്ലെ മൈഗ്രേറ്റ് ചെയ്താൽ പോരെ. ഏതാണോ ഇല്ല സക്സസ് ഇല്ല, ആവണത് അതിലേക്ക്. വാട്സപ്പ് അവിടെ കിടന്നോട്ടെ, അതല്ല ഞാൻ പറയണേ. അതെ അതെ, വാട്സപ്പ് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യണ്ട. നമുക്ക് അതായത് ഡിസ്കോഡിൽ ഇപ്പൊ യൂസ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അതുണ്ട്, ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന, ഇപ്പൊ പണ്ടത്തെ ഇൻക്ലൂഡിങ് പോലെയല്ല. ഞാനടക്കം. അതെ ആ അതെ, അത് ഡെവലപ്പേഴ്സ് പൊതുവെ ഡിസ്കോഡ് ഉപയോഗിക്കാറുണ്ട്. നമുക്ക് സ്റ്റെപ്പിൽ നമുക്ക് ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, മറ്റേ ഗെയിമേഴ്സ് എല്ലാരും യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 99% അതെ നല്ല അതെ, ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടാവും. മനസ്സിലായി. അത് നമുക്ക് സ്റ്റെപ്പിൽ നമുക്ക് ടീം ബിൽഡ് ആയതിനു ശേഷം നമുക്ക് മെല്ലെ മെല്ലെ ആ കാര്യങ്ങൾ പാരലലി കൊണ്ടുപോകാം. നമുക്ക് ടീമിന് ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്ത് നമുക്ക് വേണം. അത് നല്ലൊരു സജഷൻ ആയിരുന്നു അത്, കാരണം ഡിസ്കോഡിന്റെ കേസ്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പാരലലി ഒരു അഡ്മിൻ ടീം വേണം എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ മീറ്റപ്പ് വെക്കുമ്പോൾ സാധാരണ ഞാൻ എന്തെങ്കിലും മീറ്റപ്പ് വെക്കാൻ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കും. ഇതിപ്പോ എനിക്കെല്ലാം വിവരം ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ ഈ മീറ്റപ്പ് വെക്കണത്. കേസ് ഇത്രേ ഉള്ളൂ, ബനി അടക്കമുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ വേറെ ഇതിൽ വരാറുണ്ട്. അവരെന്ത് ചെയ്യും, പെട്ടെന്ന് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയ ആൾക്കാരുണ്ടാവാറുണ്ട്. അവരാണ് പിന്നെ അവരെ കയ്യിലേക്ക് ഞാനാണ് മീറ്റ്, അവര് പോലെ അറിയാത്ത രീതിയിൽ അവരെ കയ്യിലേക്ക് കൊടുക്കാറ് സാധാരണ. അപ്പോൾ അവരെ എക്സ്പീരിയൻസ് വെച്ച് അവരതിനുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് പോകും. അതൊരു മീഡിയ ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റിയതാണ് എനിക്ക് സന്തോഷമായിട്ടുള്ള കാര്യം. അതാണ് സാധാരണ നടക്കാറുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടീമായിട്ട് ബിൽഡ് ചെയ്ത് വരുമ്പോൾ ഇതിലൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പൊ ഫ്ലട്ടറിന്റെ 3 ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഈ ഗ്രൂപ്പിൽ നമ്മൾ ആ അഡ്മിൻ ടീം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഫ്ലട്ടറിന്റെ ഇപ്പോൾ ഏതെങ്കിലും ഏരിയനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടോ എന്ന് ചോദിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഫ്ലട്ടറിന്റെ സ്റ്റേറ്റ് മാനേജ്മെന്റില് ഗെറ്റക്സിനെ കുറിച്ച് സംസാരിക്കാനുള്ള സബ്ജക്ട് വെച്ചെന്ന് വിചാരിക്കുക. അപ്പൊ അതിന് ഗെറ്റക്സിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ട്രാൻസ്ലേഷൻ അടക്കം ഈസിയായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ, സ്റ്റേറ്റ് മാനേജ്മെന്റ് ഗെറ്റക്സിൽ, അതുപോലെ തന്നെ ഗെറ്റക്സിൻ്റെതായിട്ടുള്ള കുറച്ച് ഡിസൈൻസ്, കമ്പോണൻസ്, ഈ കാര്യങ്ങളൊക്കെ കുറിച്ച് പല ആൾക്കാർക്ക് പല ഏരിയയിലായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുണ്ടാവുക. അപ്പൊ ഇവരെ കൂടി പറയാണ്, ഒരു 3 പേർക്ക് 3 ഏരിയയിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ളത് അറിയണത്. അപ്പൊ അതിന് 3 പേരും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് പറയാം, ഞങ്ങള് അടുത്ത വീക്കിൽ ഈ ഫ്ലട്ടറിന്റെ ഗെറ്റക്സിനെ കുറിച്ച് സംസാരിക്കാൻ ഒരു സബ്ജക്ട് എടുക്കാൻ പോവാണെന്ന് പറയുകയാണെങ്കിൽ ഈ ടീമിനെ ഒരു ചെറിയൊരു ഗ്രൂപ്പാക്കി മാറ്റും. എന്നിട്ട് അടുത്ത ആഴ്ചത്തേക്ക്, ആ ആഴ്ച കഴിഞ്ഞാൽ അവർ സബ്മിഷൻ കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്രൂപ്പ് പിരിച്ചുവിടും. അപ്പൊ അവര് പറയാണ്, അവര് 3 പേരും കൂടി ഈ ഒരാഴ്ച മുമ്പ് എന്ത് ചെയ്യും, ഡിസ്കഷൻ ചെയ്ത് അവര് പ്രസന്റേഷൻ പോലെ തയ്യാറാക്കും. 3 പേരും കൂടി ഡിസ്കസ് ചെയ്ത് ആരൊക്കെ എന്തൊക്കെ എവിടൊക്കെ എങ്ങനെയൊക്കെ പറയണം എന്നുള്ള ഒരു അരമണിക്കൂറിന് മാക്സിമം നീളണ, അരമണിക്കൂർ നീളുന്ന ടെക് റിലേറ്റ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുക. പിന്നെ അരമണിക്കൂർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നോർമൽ ഡിസ്കഷൻ. ഈ അരമണിക്കൂർ സംസാരിക്കുന്നതിൽ ചിലപ്പോൾ 10 മിനിറ്റ് കൂടാനും കുറയാനൊക്കെ സാധ്യത ഉണ്ട്. അതിൽ 10 മിനിറ്റ് എന്ത് ചെയ്യുക, അതിൽ ഡൗട്ട് ക്ലിയറൻസ് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ആ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടാവുക. അങ്ങനെ എല്ലാ ഡൊമൈനിനെ കുറിച്ചും ഓരോ വീക്കിൽ നമ്മൾ ഡിഫറെന്റ് ആൾക്കാർ സംസാരിച്ചു വരുമ്പോൾ അവരെ സ്റ്റേജ് ഫിയർ ഇതൊന്ന് എടുത്തൊഴിവാകും, അല്ലെങ്കിൽ ഇന്റർവ്യൂ ഫിയർ എടുത്തൊഴിവാകാനുള്ള ഒരു കാരണമായിട്ട് മാറും. പല ആൾക്കാരും ഇറങ്ങി ഓടുന്നുണ്ട്, പേടിച്ചിട്ടാന്ന് തോന്നുന്നു.
ഇതിൽ പേടിക്കാനൊന്നുമില്ല. കാരണം ഇന്റർവ്യൂ അറ്റൻഡിങ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ പേടിച്ച് ഓടി കഴിഞ്ഞാൽ എന്നും ഓടിക്കൊണ്ടേ ഇരിക്കുള്ളൂ, അവസാനം ഈ ഒരു കരക്കെത്തൂല. അപ്പൊ അതോട് ആ ഒരു സിസ്റ്റത്തിൽ ഒരു മാറ്റം കൊണ്ടുവരിക. ഇതിന് ടീം ഇങ്ങനെ ബിൽഡ് ചെയ്ത് തരുമ്പോൾ ആ ടീമിനെ നമ്മൾ എല്ലാത്തിനും കോർഡിനേറ്റ് ചെയ്ത് ഓരോ ആൾക്കാരും ഓരോ ഡൊമൈനിലെ ആളുകളും ഓരോ വീക്കിൽ സബ്ജക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എല്ലാ വീക്കിലും റിപ്പീറ്റ് ആയിട്ട് പറയണ പോലെ ആയിരിക്കില്ല, ആ കണ്ടന്റ് ഉണ്ടാവും. അതിൽ ഒരുപാട് റിപ്പീറ്റ് കാര്യങ്ങൾ സംസാരിക്കുന്നതിനെക്കാളും ബെറ്റർ ആയിട്ട് കുറച്ച് കണ്ടന്റുകൾ കൂടുതൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഇനി ഒരു കാര്യം കൂടി, നമ്മളിപ്പോ ഈ വീക്കില് ഒരു അരമണിക്കൂർ ഫ്ലട്ടറിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അവർ ടീം ബിൽഡ് ചെയ്തെന്ന് വിചാരിക്കുക, പ്ലാന്. അവർ അരമണിക്കൂർ അല്ലെങ്കിൽ 30 മിനിറ്റ് ആണ് അവർ പ്ലാന്, മാക്സിമം 40 മിനിറ്റ്. ബാക്കി 20 മിനിറ്റ് ഉണ്ട്. സാധാരണ പോലെ നമ്മൾ ജനറൽ ടോപ്പിക് എടുക്കും 20 മിനിറ്റ്. ഇപ്പൊ ഇവർ 40 മിനിറ്റ് സംസാരിക്കുന്നതിൽ 30 മിനിറ്റ് കണ്ടന്റ്, അത് പ്രസന്റേഷൻ കഴിഞ്ഞു. 20 മിനിറ്റ് എന്ത് ചെയ്തു അവര്, ഈ 40 മിനിറ്റ് പറഞ്ഞാൽ 10 മിനിറ്റ്, 30 മിനിറ്റ് അവർ സംസാരിച്ചു, 10 മിനിറ്റ് അവരെന്ത് ചെയ്ത് ആ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറിനുള്ള സെഷനും കൊടുത്തു. അത് ആ കണ്ടന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഒരു ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം ബാക്കി 20 മിനിറ്റ് നമ്മൾ സാധാരണ നടത്താറുള്ള ജനറലായിട്ടുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ ജനറൽ മറ്റുള്ള ഡൊമൈനെ കുറിച്ച് എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങൾ കൊടുക്കുക. ഇത് സ്ട്രിക്ട്ലി ഒരു 1 hour എന്നുള്ള ലെവലിൽ അതിനപ്പുറത്തേക്ക് പോകാത്ത രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. ഇപ്പൊ ഈ ആഴ്ച ഫ്ലട്ടർ ആണെങ്കിൽ അടുത്ത ആഴ്ച വേണോ, അത് ആരാണോ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ ഒരാൾക്ക് മാത്രം ഇത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ജാസിമൊക്കെ പലപ്പോഴും സെമിനാർ എടുക്കണമല്ലോ, ഒരാൾക്ക് മാത്രമാണ് ഇൻട്രസ്റ്റ്, അയാൾക്ക് അവിടെ സെമിനാർ എടുക്കാം. 2 പേർക്ക് കമ്പൈൻ ചെയ്തിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. എല്ലാം 10 പേർക്ക് കമ്പൈൻ ചെയ്തിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതൊന്നും ഇവിടെ നോ സ്ട്രിക്റ്റ്ലി ഒരു ബാൻഡ് ഒന്നുമല്ല, എല്ലാവർക്കും അവൈലബിൾ ആണ്. ഇതിൽ പറ. സോ അതായത് ഇപ്പൊ കറന്റ് നമ്മൾ ഈ ഡെവലപ്പിംഗ് വേണം, അത് കൂടാതെ ഇതായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോ എന്താണ് നമ്മളെ AI അങ്ങനത്തെ പരിപാടിയില്ലേ, പുതിയ പുതിയ ടെക്നോളജി അങ്ങനത്തെ, അതും കൂടി ഇതിനകത്ത് കുറച്ച് ഇൻക്ലൂഡ് ചെയ്യണം. അല്ലെങ്കിൽ എല്ലാരും ഈ ഡെവലപ്പർ മാത്രമേ ഞാൻ ചർച്ച പറഞ്ഞില്ലേ, ചെയ്യൂ. ശരിയാണ്, നീ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ തീരുമാനം അല്ല ടോപ്പിക്ക്. ആ ടീം എന്താണോ തീരുമാനിക്കുന്നത്, അവർക്ക് എന്താണോ സജസ്റ്റ് ചെയ്യാൻ താല്പര്യം. പാരന്റ്ലി ഒരു കൺട്രോളിങ് എന്തായാലും നല്ലതാണ്, ഒരു ഒരു ഇതുള്ളത് നല്ലതാണ്. പക്ഷെ അവർക്ക് തീരുമാനിക്കാം എന്ത് ടോപ്പിക്. ഇപ്പൊ ഫ്ലട്ടറിൽ തന്നെ നമുക്ക് AI എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാം. ഇനിയിപ്പോ ഫ്ലട്ടറിന്റെ കോഡിംഗ് സ്റ്റാൻഡേർഡ് ഇംപ്ലിമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടി AI നമ്മളെങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ സബ്ജക്റ്റ് ഒക്കെ അവിടെ സംസാരിക്കാം. അവർക്ക് സ്ട്രിക്ട്ലി നമ്മൾ പറഞ്ഞല്ലോ, ഒരു പ്രസന്റേഷൻ ലെവലിലായിരിക്കണം അത് അവതരിപ്പിക്കേണ്ടതെന്നേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പിക്ചർ വേണം എന്നുള്ളതല്ല, പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞ് ഒന്ന് സ്ട്രിക്റ്റ്ലി നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ പോയിന്റിനെ കുറിച്ച് പറയാം. പിന്നെ അതിന് ക്വസ്റ്റ്യൻ ആൻസറിന്റെ സെഷൻ വരുമ്പോൾ അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ആരെങ്കിലും ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി. അപ്പൊ അത് എന്ത് സബ്ജക്റ്റ് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും അവതരിപ്പിക്കാം. ബനി പറഞ്ഞു. അതില് നമുക്ക് 2 മെത്തേഡ് ആക്ച്വലി ചെയ്യാം. ഒന്ന് ഇതേമാതിരി തന്നെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള ആളുകളുണ്ടാവും, ഏതെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ച് വേറെ എവിടെയെങ്കിലും സംസാരിച്ചോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതുമാതിരി പുതുതായി സംഭവങ്ങൾ പഠിച്ചിട്ടുള്ളവർ, എക്സാമ്പിൾ ഇപ്പോൾ ഫ്ലട്ടറിൽ പറയുകയാണെങ്കിൽ റിവർ കോഡ് ഇപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ളൂ, ആരും വൈഡ്ലി യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. പക്ഷെ പുതിയ ഒരാൾ എന്ത് ചെയ്തു, റിവർ കോഡ് പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ അത് പഠിച്ചു. അയാൾക്ക് അതിനെ കുറിച്ച് സംസാരിക്കുക. ബാക്കിയുള്ള അയാളത് 100% കവർ ചെയ്യണമെന്നല്ല, അയാൾ പഠിച്ച കാര്യങ്ങൾ ബാക്കിയുള്ളവരിൽ എത്തിക്കുക. അപ്പൊ എന്ത് ചെയ്യും, ആ ഒരു ടെക്നോളജി ഞാൻ ഉദ്ദേശിച്ച ബാക്കിയുള്ള പോയിന്റ് അതാണ്. ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തും. ബാക്കിയുള്ള ആളുകൾ എന്നിട്ട് തീരുമാനിക്കും അത് യൂസ് ചെയ്യണോ വേണ്ട എന്നുള്ളത്. അപ്പൊ അത് യൂസ് ചെയ്യേണ്ട കേസുകൾ വരുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കാനും പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ബനി എന്ത് പറഞ്ഞൊരു ചെയ്യുന്നു, പോയിന്റ് നമ്മളെ ഒരു പഴയ കാര്യം. ടെക്നോളജി പിടിച്ച് അങ്ങനെ നിൽക്കും. നമുക്ക് പുതിയ ടെക്നോളജിയിലേക്ക് എത്താൻ കഴിയില്ല. അതാണ് ഒരു കേസ്. രണ്ടാമത്തെ ഒരു കേസ് നമ്മളെ ദയാൽ പറഞ്ഞ മാതിരി നമുക്ക് എന്ത് ചെയ്യാം, പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് ടോപ്പിക്കുകൾ ക്ഷണിക്കാം. ഏതൊക്കെ ടോപ്പിക്കുകളിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തണം എന്നുള്ള. അപ്പോൾ അവരവരെ ടോപ്പിക്ക് പറയും, ആ ടോപ്പിക്ക് മൊത്തം സോർട്ട് ഔട്ട് ചെയ്ത് ഒരു പോൾ എന്തെങ്കിലും വെച്ചിട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രി റെലവൻസ് എങ്ങനെയെങ്കിലുമൊക്കെ വെച്ചിട്ട് അതിൽ നിന്ന് ഒരു ടോപ്പിക്ക് പിക്ക് ചെയ്തിട്ട് ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യുക, അത് ഏറ്റെടുക്കുക. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ അതിൽ താല്പര്യമുള്ളവരായിരിക്കും അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അറിവുള്ളവരായിരിക്കും കൂടുതൽ നോളജ് ഓനെ കണ്ടെത്തിയിട്ട് സംസാരിക്കും. അപ്പോൾ ആ 2 രീതിയിലും ആ കാര്യം ചെയ്യാം. പക്ഷെ അവിടൊക്കെ ഇമ്പോർട്ടൻസ് ആളുകൾ മുന്നോട്ട് വരിക എന്നുള്ളതാണ്. ഇനി ബനി പറഞ്ഞതിൽ 2 പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ നോട്ട് ചെയ്തത്. ഒന്ന്, നമുക്ക് അറിയുന്ന ഒരു വിഷയം കുറച്ച് ഭാഗം അറിയുള്ളൂ, അത് മതി, അത്രേ ഉള്ളൂ. അത് ഫുൾ കംപ്ലീറ്റ് പറയണം എന്നില്ല. ആ അറിയുന്ന ഭാഗം വെച്ച് നിങ്ങൾക്ക് സെമിനാർ എടുക്കാം. ഇവിടെ ആരും പെർഫെക്റ്റ് ഒന്നുമല്ല.
എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഒക്കെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. പിന്നെ അത് വളരെ ഇമ്പോർട്ടന്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ടോപ്പിക്സ് സജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ടീം, ഞാൻ പറഞ്ഞല്ലോ, ഞാനല്ല ഇത് തീരുമാനം എടുക്കല്. ഈ ടോപ്പിക്സ് വേണോ അല്ലെങ്കിൽ ആരൊക്കെ അവതരിപ്പിക്കണം, ഇതൊന്നും തീരുമാനം എടുക്കണ ഞാനായിരിക്കൂല. അതായത് ഈ ഫ്ലട്ടറിന് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ പാരന്റിൽ ഒരു കമ്മ്യൂണിറ്റിന്റെ ഒരു ടീം ഉണ്ടാവും. ഈ ടീം ആയിരിക്കും എല്ലാം ഡിസ്കസ് ചെയ്യുക. പക്ഷെ കംപ്ലീറ്റ്ലി പറയാണ്, അർഹതപ്പെട്ടവന്റെ ഒരിക്കലും തടയാൻ ഒരിക്കലും ഞാൻ സമ്മതിക്കൂല ടീം. കാരണം ഇത് അങ്ങനെ ഒരു ഉദ്ദേശത്തിന്റെ പുറത്ത് ഈ ഓപ്പൺ സോഴ്സ് ഉണ്ടാക്കിയ ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ എല്ലാവർക്കും അവരുടെ ആവശ്യം കംപ്ലീറ്റ്ലി കഴിഞ്ഞ ആഴ്ച അവതരിപ്പിച്ച സബ്ജക്റ്റ് ആണെങ്കിൽ പോലും അതിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ആഴ്ച അവതരിപ്പിക്കാനുള്ള ഒരു അവസരം വീണ്ടും കൊടുക്കും. കാരണം ആർക്കും അവർ സ്റ്റേജ് ഫിയർ അത് കളയണം. അതായത് പ്രസന്റേഷൻ കപ്പാസിറ്റി കൂട്ടണം. അത് ഇൻക്ലൂഡിങ് ഞാനടക്കം ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങളെ ഈ സംസാരത്തിൽ ഞാൻ പലതും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അങ്ങനത്തെ കുറച്ച് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെയാണ് മൈൻഡ് സെറ്റ് വരുന്നത്. പിന്നെ ഇപ്പൊ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ മെയിനായിട്ട് നമ്മൾ സെമിനാർ ലെവലിൽ കുറച്ചും കൂടി സ്റ്റാൻഡർഡൈസ് ചെയ്യുക. നമ്മുടെ മീറ്റപ്പ് ഒക്കെ ഒന്നും കൂടി ഷെഡ്യൂൾ ആക്കുക. ഒരു ഏകദേശം ഒരു ടൈം, ഇപ്പൊ കംപ്ലീറ്റ്ലി നമ്മൾ 9 to 10 എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമുക്ക് പലപ്പോഴും പല മീറ്റിങ്ങും വേറെയും വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് സ്ട്രിക്ട്ലി പറയാൻ പറ്റില്ല. എന്തായാലും വീക്കെൻഡിൽ ശനിയോ ഞായറോ ഇന്ന ടൈമിനുള്ളിൽ, ഇൻ ബിറ്റ്വീൻ ദാറ്റ് ടൈം എല്ലാവർക്കും അവെയർ ആയിരിക്കും. ഈ സമയത്ത് മിക്കവാറും വരും എന്നുള്ള ഒരു അവയർനെസ് എപ്പോഴും ഉണ്ടാവും. ആ ഒരു ലെവലിലാണെങ്കിൽ എല്ലാവർക്കും, ഇപ്പൊ ദിൽദയാലിനാണെങ്കിലും ചിലപ്പോൾ ദിൽദയാലിന് ചിലപ്പം ശനിയാഴ്ച വർക്ക് ഉണ്ടാവും, രാത്രി 8 മണിക്ക്. ചിലപ്പോൾ ഞായറാഴ്ച രാത്രി 8 മണിക്ക് ഒരു വർക്കും ഉണ്ടാവില്ല. എല്ലാ ദിവസവും ഒന്നും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കൂടി കൺസിഡർ ചെയ്യുന്ന ഒരു കോമൺ ടൈം നമുക്ക് കീപ്പ് ചെയ്ത് കണ്ട് ആ ലെവലിൽ നമുക്ക് സജഷൻ ചോദിക്കും. അപ്പൊ ഫ്ലട്ടറിന്റെ കമ്മ്യൂണിറ്റിയിലാണ് ഫ്ലട്ടറിന്റെ അഡ്മിൻ ചോദിക്കും, ഇന്ന സമയത്തേക്ക് മീറ്റപ്പ് വെച്ചാൽ എങ്ങനെ ഇരിക്കും. പിന്നെ ഇതിന് പാരന്റിൽ എനിക്കൊന്ന് ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ, ഈ ആഴ്ച ഫ്ലട്ടർ ആണെങ്കിൽ അടുത്ത ആഴ്ച വേണോ അല്ലെങ്കിൽ പൈത്തണോ, അത് ഏത് ടീമാണ് ഏറ്റവും കൂടുതൽ ആദ്യം സജസ്റ്റ് ചെയ്ത് തരുന്നത്, ആ സജഷന് നമ്മൾ സെലക്ട് ചെയ്യുക. അത് ആ രീതിയിലായിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക. ഈ പാരന്റിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെറിയ റിസ്ക് ഉണ്ടാവും. ആ റിസ്ക് ഞാൻ ഏറ്റെടുത്തോളാം. ബാക്കിയുള്ളത് എനിക്ക് സബിൽ എന്തായാലും എനിക്ക് കൺട്രോൾ ചെയ്യാൻ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം, അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ ഗ്രൂപ്പിൽ സാധാരണ വരാറില്ല ഇതുവരെ. അത് എന്റെ കഴിവൊന്നും അല്ല കേട്ടോ. അത് നിങ്ങളെല്ലാരും കൂടെ കട്ടക്ക് നിന്നുകൊണ്ട് മാത്രമാണ്. അനാവശ്യമായിട്ട് പൊതുവെ ഇതുവരെ വന്നിട്ടില്ല. അന്ന് തന്നെ പ്രത്യേകം ഒരു റിക്വസ്റ്റ് പോലെ പറഞ്ഞോണ്ട്, അത് ഇനി ഈ ഗ്രൂപ്പ് ഒന്ന് അഡ്മിൻ എന്നുള്ളൊരു റോള് മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ ഗ്രൂപ്പ് നിലനിന്ന് പോകണം നിങ്ങളെല്ലാവരും ഓരോരുത്തരെ കൈകൊണ്ട് കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഗ്രൂപ്പ് കുറച്ചും കൂടി ഒന്ന് ബെനഫിഷ്യറി ആക്കി മാറ്റണം. അത് കൂടുതൽ ടക്ക് റിലേറ്റഡ് ടോപ്പിക്സ്, ആർട്ടിക്കിൾസ് എഴുതിയത്, നിങ്ങൾ പഠിക്കുന്നത് എന്തോ ആര് പോസ്റ്റ് ചെയ്താതിരുന്നോട്ടെ, പക്ഷെ നിങ്ങൾ ഈ സബ്ജക്റ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ റെഫറൽ ലിങ്ക് ഉണ്ടല്ലോ, ആരെങ്കിലും ആർട്ടിക്കിൾ വായിച്ചിട്ടാവുമല്ലോ നിങ്ങൾ പഠിക്കണം. ജസ്റ്റ് ഗ്രൂപ്പിൽ ആ ടൈറ്റിലും ആ ലിങ്കും കൂടി കൊണ്ടുവന്ന് പോസ്റ്റ്, ആരും റിജക്ട് ചെയ്യില്ല, പോസ്റ്റ് ചെയ്തോളും. നിങ്ങൾ എന്ത് പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആർട്ടിക്കിൾ പഠിച്ചത് എന്നുള്ളത് കൂടി ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു അപ്രോച്ച് ആയിരിക്കും. ഇതുപോലെ നിങ്ങൾക്കും ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ഈ വാട്സപ്പിന്റെ ഗ്രൂപ്പ് നോക്കിയാൽ പലപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ നിങ്ങൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ് അല്ലെങ്കിൽ അതിനുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് അതിൽ നിന്ന് അവൈലബിൾ ആയിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പ് മെയിൻ ഉദ്ദേശം വെച്ച് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് എത്തിയിട്ടില്ല, നമ്മളിപ്പോഴും സക്സസ് ആയിട്ടില്ല എന്നുള്ള എടുത്ത് പറയുന്ന ഒരു കാര്യം. കാരണം അതിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ട്. അതിനാണ് ഈ ഗ്രൂപ്പ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇതില് പ്രത്യേകം ഒന്നും കൂടി പറയാലോ, മറ്റൊരു കമ്മ്യൂണിറ്റി പോലെ ഒരു എന്താ പറയാ പ്രത്യേകിച്ച് റൂൾസ് റെഗുലേഷൻസ് ഒന്നും ഇല്ലാത്തൊരു ഗ്രൂപ്പാണ് നമ്മളാണ് റൂൾസ് ഒക്കെ തീരുമാനിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഈ കമ്മ്യൂണിറ്റി ഇത്ര ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണത്. അപ്പൊ അത് നമുക്ക് ഒന്നും കൂടി ബെറ്റർ ആക്കി മാറ്റേണ്ടതുണ്ട്. എല്ലാ ഡിസ്കഷനും ഒരാളും എപ്പോഴും പറയാണ്, നിങ്ങളൊരു മടി വിചാരിക്കും. ഞാൻ ഇന്ന് വരെ ഒരാളുടെ റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വെറുപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രൊമോഷനെ പോലും ഞാൻ തടഞ്ഞിട്ടില്ല. കാരണം ആ ഗ്രൂപ്പ് കൊണ്ട് ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാവട്ടെ എന്നുള്ള മൈൻഡ് സെറ്റ് ഉണ്ട്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊമോഷൻസ് ഇട്ട ആൾക്കാരോട് ഞാൻ ചിലപ്പോൾ പേഴ്സണലി പോയി പറഞ്ഞിട്ടുണ്ടാവും, ഇങ്ങനെ വെറുപ്പിക്കരുത്, ആഴ്ചയിൽ 1 ദിവസം 2 ദിവസം അങ്ങനെ ഇട്ടോളി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതാണല്ലോ അതിന്റെ ശരി. അപ്പൊ അവിടെ ഞാൻ സ്ട്രിക്ട്ലി കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അവരെ ഇതാക്കിയിട്ടൊന്നുമില്ല. പിന്നെ ചിലപ്പോൾ ലീഗലി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന കാര്യങ്ങൾ, ഇപ്പൊ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ കണ്ടിന്യൂസ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാർ 1-2 പേരുകൾ റിമൂവ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു, 1-2 പേര്. അല്ലാതെ ഞാൻ വേറെ ആരും റിമൂവ് ചെയ്തതായിട്ട് എന്റെ ഓർമ്മയിലും ഇല്ല. അത്രയ്ക്കും ഞാൻ ഓപ്പൺ ആയിട്ട് കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഗ്രൂപ്പ് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണം എന്നുണ്ട്. പിന്നെ ഈ ഒരു കമ്മ്യൂണിറ്റി കൊണ്ട് എന്തൊക്കെ ഗുണം ഉണ്ടായത് എന്നുള്ളൊരു അനലൈസേഷൻ മീറ്റിംഗ്
നാളെ ഞാൻ വെക്കുന്നുണ്ട്. ഇന്ന് തന്നെ വെക്കാൻ പറ്റുമെന്ന് ഇപ്പൊ 9:30 മിക്കവാറും നാളെ ഞാൻ എന്തായിരിക്കും ഈ കമ്മ്യൂണിറ്റി കൊണ്ട് ഈ ഓപ്പൺ നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റി കൊണ്ട് എന്തൊക്കെ ആർക്കൊക്കെ ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഓപ്പൺ ആയിട്ട് പറയേണ്ടതാണ്. ഈ കമ്പനിയിൽ ജോബ് കിട്ടിയെന്ന് കമ്പനീന്റെ പേര് പറയണം, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒന്നും പറയണ്ട. പക്ഷെ ഇതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടിയ ബെനിഫിറ്റ്, ഇതുകൊണ്ട് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ രണ്ടും ഓപ്പൺ ആയിട്ട് നിർബന്ധമായിട്ട് പറയേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം എനിക്ക് ഇതിന്റെ ഒരു ഗ്രോത്ത് ഒന്ന് പഠിക്കേണ്ടത്. കാരണം നമ്മൾ 3 വർഷം ഇതിന് പിന്നാലെ സമയം ഉണ്ട്. എപ്പോഴും ഞാൻ കംപ്ലീറ്റ്ലി ഇതിന് പിന്നാലെ അല്ല പറഞ്ഞത്. പക്ഷെ എന്നിരുന്നാലും എന്റെ സമയം ഒരുപാട് ഞാൻ ഇതിന്റെ പിന്നാലെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അതാണല്ലോ എനിക്ക് ഈ ജീവിതത്തിൽ കിട്ടാൻ പറ്റിയ ഏറ്റവും വലിയ സമ്പാദ്യങ്ങളിൽ ഒരു ഭാഗം ഒന്നതാണ്. കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെനിക്കൊന്ന് അറിയേണ്ടതുണ്ട്, ആർക്കൊക്കെയാണ് എന്തെങ്കിലും കിട്ടിയത്. ഇനി എന്തെങ്കിലും എന്റെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടി പരിഹരിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് നാളേക്ക് നമുക്ക് അങ്ങനെ ഇതിന്റെ ഒരു അനലൈസേഷൻ 3 വർഷത്തിന്റെ മുകളിലായിട്ട് ഈ നടന്നു പോണ ഈ സംവിധാനത്തിന്റെ ഒരു അനലൈസേഷൻ നമുക്ക് നടത്തേണ്ടതുണ്ട്. ഇനി ആ ലെവലിലായിരിക്കും ഒന്നും കൂടി നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. പിന്നെ ഇതിലാണെങ്കിൽ UI UX ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പേഴ്സണലി ബന്ധപ്പെട്ട്, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ആപ്പ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെ കൊണ്ട് ആ ഞാൻ ചെയ്തു വെച്ച UI ഒന്ന് അനലൈസ് ചെയ്യിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ ഇപ്പോൾ രജിന്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിക്ക് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ലെവലിൽ നമ്മൾ ആപ്പ് ഡിപ്ലോയ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പൊ അത് ഇനിയിപ്പോൾ പ്ലാറ്റ്ഫോമിൽ എഡിറ്റ് ചെയ്ത് അവർക്ക് അവിടെ നോക്കിയാൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്തോളി, ആ ആപ്പിൽ ഉണ്ടാവും എല്ലാ ലിങ്കും എന്നുള്ള ലെവലിൽ നമുക്ക് സംസാരിച്ചാൽ മതിയല്ലോ. പിന്നെ നിങ്ങൾക്ക് ഓരോ അവസരങ്ങൾ തരണം, നിങ്ങൾക്ക് അതിൽ ആപ്പിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് നമുക്ക് കുറച്ചുകൂടി വൈഡാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി അല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചുള്ളത്. മെയിൻ ഫോക്കസ് നമ്മുടെ കമ്മ്യൂണിറ്റിന്റെ ഒരു ടീമിനെ, കോർഡിനേഷൻ ടീം ഓൺലൈൻ കമ്മ്യൂണിറ്റിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഡൊമൈൻ ബേസ്. ഇപ്പൊ നിങ്ങൾ മേൺ സ്റ്റാക്ക് ഡെവലപ്പർ ആണ്, പക്ഷെ നിങ്ങൾ പൈത്തണിന്റെ അഡ്മിൻ ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ ഞാനത് സജസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന ഡൊമൈനിൽ നിങ്ങൾക്ക് അഡ്മിൻ സൈഡിലേക്ക് അല്ലെങ്കിൽ മാനേജ്മെന്റ് ടീമിലേക്ക് വരുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ ഫ്യൂച്ചറിൽ പഠിച്ചതിന് ശേഷം നിങ്ങൾ അതിന്റെ അഡ്മിൻ ലെവലിലേക്ക് വരികയാണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും. ഡൊമൈൻ ബേസ്ഡ് ആയിരിക്കും ഈ അഡ്മിൻ സെക്ഷനിലേക്ക് സെലക്ട് ചെയ്യുന്നുണ്ടാവുക. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം അത് ആ അഡ്മിൻ മീനിങ് ഞാൻ ചെയ്യുന്നത് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിവുള്ള ആൾക്ക് ആ ഡൊമൈനിനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവണം. മറ്റൊരു ഞാനിപ്പോ ചെയ്യുന്നതിന്റെ നേരെ എന്ത് ചെയ്യാണ്, ഫ്ലട്ടറും കോഡ്ലിയും അറിയാം, എനിക്ക് അറിയാത്ത കാര്യമാണ് പൈത്തൺ. ഞാൻ പൈത്തണിന്റെ അഡ്മിനിസ്ട്രേഷൻ ടീമിൽ ചെന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെറ്റർ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണം. ഇങ്ങനെ ഓരോ ടീമിനും അവരെ ഡൊമൈൻ ബേസ് ചെയ്ത് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ള പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഒന്നും കൂടി ഭാരം കുറക്കുക എന്നുള്ളതാണ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ചെറിയ ചെറിയ പാട്ടാക്കി ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയി ചെയ്യാൻ പറ്റും. എന്റെ കയ്യിൽ നിന്ന് കുറച്ച് ഭാരങ്ങൾ കുറക്കുക. നിങ്ങൾക്കാണെങ്കിൽ ഭാരം ആവാനും പാടില്ല. അതിനോണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരാൾ മാത്രമല്ല ഞാൻ ചൂസ് ചെയ്യുന്നത്. ഒരാളെ മാത്രം ചൂസ് ചെയ്യുകയാണെങ്കിൽ 1-2 ആൾക്കാർ വിളിച്ചുകൊണ്ട് അടാ ഞാൻ നിങ്ങളെ അഡ്മിൻ സൈഡിൽ ഇടേണ്ടത് പറഞ്ഞാൽ മതി. ഇതെല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടണം, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ്സ് ബെറ്റർ. അങ്ങനെയാണ് ഈ ഒരു നമ്മുടെ ഈ ഒരു ഓപ്പൺ വാട്സപ്പ് കമ്മ്യൂണിറ്റിന്റെ ഒരു ഉദ്ദേശം കിടക്കുന്നത്. ഇനി ഈ ഒരു വിഷയത്തെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് പറയുകയാണെങ്കിൽ നന്നായിരിക്കും. ആരെങ്കിലും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ. ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് പറയണേ, സമയം ഒരുപാട് പോകുന്നുണ്ട്, എനിക്ക് അടുത്ത മീറ്റിംഗ് ഉണ്ട്. ബനി പറഞ്ഞോ. അല്ല, വാട്സപ്പ് കമ്മ്യൂണിറ്റിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാണ്. ഒന്ന്, റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ടാക്കുക. അപ്പോൾ അഡ്മിൻ ടീം ആ റൂൾസ് ആൻഡ് റെഗുലേഷൻ ആദ്യം പബ്ലിഷ് ചെയ്യും. ഇത് ഇന്ന ഡൊമൈൻ്റെ ഗ്രൂപ്പാണ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ. പിന്നെ നോർമൽ ജനറൽ ആയിട്ടുള്ള ഗ്രൂപ്പ് ഇന്നതാണ്, ജനറൽ കാര്യങ്ങൾ ഇതിൽ പോകണം. പിന്നെ ജോബിൻ്റെ വേക്കൻസിയുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പ് ഇന്നതാണ്, അതിലത്തെ കാര്യങ്ങൾ അതിൽ പോകണം. അതല്ല ഡൊമൈൻ ബേസ്ഡ് ജോബ്സ് ആണെങ്കിൽ ഇതിൽ പോസ്റ്റ് ചെയ്യുക. അങ്ങനെയുള്ള ഓരോ ഗ്രൂപ്പിനും എന്ത് ചെയ്യുക, ഓരോ നിയമാവലി ഉണ്ടാക്കുക. അതല്ലാതെ ഇപ്പോൾ ആളുകൾക്കറിയില്ല ഏതൊക്കെ ഗ്രൂപ്പിൽ എന്തിനൊക്കെ കയറണം. എല്ലാവരും എല്ലാത്തിലും കയറി ഇരിക്കുന്നു, ഒരു കണ്ടന്റ് കിട്ടിയാൽ എല്ലാത്തിലും പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ചിലപ്പോഴൊക്കെ ഫ്രസ്ട്രേഷൻ വരലുണ്ട്. കാരണം ബ്ലോക്ക് ചെയിനൊക്കെ വരുമ്പോൾ ഞാൻ ചാടി കയറി നോക്കും ബ്ലോക്ക് ചെയിനിൽ ഒരു റിസോഴ്സ് വല്ലതും കിട്ടിയോ എന്നുള്ളത്. അപ്പോൾ വന്ന് നോക്കുമ്പോൾ ജാവാ സ്ക്രിപ്റ്റിൽ അരൈസ് എങ്ങനെ കൺകാർഡിനേറ്റ് ചെയ്യാം, ഇതിൻ്റെ എന്തായിരിക്കും വന്നിട്ടുണ്ടാവുക, ഏതെങ്കിലും യൂട്യൂബ് വീഡിയോ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് സ്ട്രിക്റ്റ്ലി
റെസ്ട്രിക്റ്റ് ചെയ്യുക. അതിനാദ്യം ഒരു നിയമാവലി ഉണ്ടാക്കുക, നിയമാവലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക, ഒരു അഡ്മിൻ ടീം ഉണ്ടാക്കുക. അഡ്മിൻ ടീം മാനേജ് ചെയ്യാന്നല്ല, അഡ്മിൻ ടീം ആ ഗ്രൂപ്പ് നിയമാവലി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ആർക്കും പിന്നെ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ റിപ്പോർട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ സാധിക്കും. ഇപ്പൊ ഒരു നിയമാവലി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഓപ്പൺലി റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. ഒരു നിയമാവലി അതെ, എത്രയും പെട്ടെന്ന് പിന്നെ ഒരു പബ്ലിഷ് വ്യക്തി ചെയ്യാം. എന്നുള്ള ലെവലിൽ എനിക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ, ഒരുപാട് ഗ്രൂപ്പുകൾ അല്ല, കണ്ടിന്യൂസ് ഒരു ആയിട്ട് വാച്ച് നിയമാവലി ചെയ്യാനുണ്ട്. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണോ അപ്പോൾ ഓൺലൈനിലുള്ളത് അവർക്ക് അത് റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ മനസ്സിലാക്കുന്ന ആളുകൾ അപ്പം തന്നെ അതിന്റെ ഡിലീഷനും കാര്യങ്ങളും നോക്കും. മനസ്സിലാക്കാത്ത ആളുകളെ കേസിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അവരുടെ അടുത്ത് പുറത്തിടേണ്ടി വരും. അതേ ചെയ്യാനുള്ളൂ. അത് നല്ലൊരു തീരുമാനമാണ്. പിന്നെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനും വനിയും മാത്രം സംസാരിക്കുന്നത് ശരിയാവില്ല കേട്ടോ, എല്ലാരും കൂടി പറയുമ്പോഴാണ്. ഹലോ, വേറെ ആരെങ്കിലും? ദിൽദയാല് എന്തെങ്കിലും പറയാനുണ്ടോ? ഹലോ ഹലോ. പറഞ്ഞോ. ഇത് നല്ല പരിപാടിയാ. ഞാനും കുറെ നാളായി, ഇപ്പൊ ഞാൻ ആക്റ്റീവ് വന്നോളൂ. ഞാൻ കുറെ നാളായി കുറച്ച് വിട്ടു നിൽക്കായിരുന്നു, വേറെ പരിപാടി ആയിട്ട് നിൽക്കായിരുന്നു. എനിക്ക് തോന്നി ഇപ്പൊ കുറച്ചു റിയാസായിട്ട് കാലമായിട്ട് നമ്മള് കോണ്ടാക്ട് കുറെ നാളായി. കമ്മ്യൂണിക്കേഷൻ ഇല്ല. ആ കുറച്ച് വിട്ടു നിൽക്കായിരുന്നു, കുറച്ച് വേറെ പരിപാടി ആയിട്ട് പോയി. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഒരു ടോപ്പിക് ഉണ്ടാവും അങ്ങനെ പോലെ ഒരു മാസം. ഞാനും മറ്റേ മീൻസ് പ്രോഗ്രാമിങ് അല്ലെങ്കിൽ വേറെ ഔട്ട്സൈഡ് ടോപ്പിക്കോ എന്തെങ്കിലും ഞാൻ പ്രസന്റേഷൻ അങ്ങനെ വല്ല എന്റെ കോൺട്രിബ്യൂട്ട് അതുണ്ടാവും. പിന്നെ അഡ്മിൻ ആയിട്ട് മീൻസ് വേറെ നമുക്ക് ട്രസ്റ്റ് ആയ ആൾക്കാരോ, മീൻസ് എനിക്ക് ഇപ്പൊ സമയമില്ല, അതായത് ട്രസ്റ്റ് ആയ ആൾക്കാരോ അങ്ങനെ മീൻസ് നമുക്ക് കുറച്ചും കൂടി മീൻസ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ സമയം കൂടുതലുള്ള ആൾക്കാരോ അങ്ങനെ. അല്ല, ഇപ്പൊ ഇതില് ഞാൻ ഒരാൾ ഒരു പറയട്ടെ, ജോബ് അഡ്മിൻസ് ചെയ്യുന്നതിന് ഒരു 10 പേര് ചെയ്ത് കഴിഞ്ഞാൽ. അത് ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം. ഇതിന്റെ അഡ്മിൻ സൈഡിലേക്ക് വരാം അല്ലെങ്കിൽ മാനേജ്മെന്റ് ടീമിലേക്ക് വരണമെങ്കിൽ പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് അങ്ങനൊന്നും ഇല്ല കേട്ടോ. ആർക്ക് വേണമെങ്കിലും വരാം. ഇതൊരു ഓപ്പൺ കമ്മ്യൂണിറ്റിയാണ്. നമ്മളെല്ലാരും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, അത്രേ ഉള്ളൂ. മാനേജ് ചെയ്യുക, അത്രേ ഉള്ളൂ അതിന്റെ ഒരു ഉദ്ദേശം. അല്ല ഞാൻ പറഞ്ഞു മീൻസ് ടോപ്പിക് എന്തായാലും എന്റെ ഇപ്പൊ ടോപ്പിക്ക് തുടങ്ങുന്ന എപ്പോഴാണ് ഇനി ഈ മറ്റേ പ്രസന്റേഷൻ അങ്ങനത്തെ പരിപാടിയൊക്കെ നിങ്ങൾക്ക് ഡേറ്റ് പറഞ്ഞ അങ്ങനെ ഫിക്സ് ഞായറാഴ്ച ചെയ്തിട്ടുണ്ടോ? സ്റ്റാർട്ട്. നിങ്ങൾക്ക് ഏത് ദിവസങ്ങൾ പറയണോ, നമ്മൾ വീക്കെൻഡിലാക്കണതാണ് ഏറ്റവും നല്ലത്, ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച. കാരണം അപ്പോഴാണ് ഓൾമോസ്റ്റ് എല്ലാവരും അവൈലബിൾ ആവുക. അതുകൊണ്ട് മാത്രമാണ്. ബാക്കി നിങ്ങൾക്ക് ഈ ഏത് ഡേറ്റും ചൂസ് ചെയ്യാം. നമുക്കിപ്പോ നാളെ തന്നെ നടത്തണമെങ്കിൽ നാളെ തന്നെയുള്ള സജ്ജീകരണം ചെയ്തുതരാം, അതും കുഴപ്പമില്ല. നമ്മളെ മെയിൻ ആശാന്മാർ ഇത് വരണുള്ളൂ. ദിൽദയാലിന്റെ ഒക്കെ പോലെ ഇഷാക്ക് ബ്രോ, ഇഷാക്ക് ബ്രോനൊക്കെ ഓർമ്മല്ലേ, എല്ലാരും വരട്ടെ നമ്മളെ തുടക്കത്തിലുള്ള ആൾക്കാര്. അപ്പൊ ഇതില് നമ്മളിപ്പോ പറഞ്ഞത് എന്താ വെച്ചാല്, ഇഷാക്ക് ബ്രോ നമ്മുടെ കമ്മ്യൂണിറ്റിന്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ ടീമിനെ ബിൽഡ് ചെയ്യാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അവിടെ അഡ്മിൻ ബേസ് ചെയ്തിട്ട്, ഒരു കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ട്, വാട്സപ്പ് ആണ് ഡൊമൈൻ ബേസ് ചെയ്തിട്ടുള്ള. അതായിരുന്നു ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൽ കുറച്ച് സ്റ്റാൻഡർഡൈസേഷൻ, അത് റിപ്പീറ്റ് ആക്കണില്ല. ഞാൻ എന്തായാലും യൂട്യൂബിൽ ഇത് ഇടുന്നുണ്ട്, ഇതിന്റെ സ്ക്രീൻ വീഡിയോ. അത് കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിന്റെ ഉദ്ദേശം എന്നുള്ളത്. ഇതൊരു കുറച്ച് കാര്യങ്ങൾ നമുക്കിങ്ങനെ ഇങ്ങനെ ഒരു അൺസ്ട്രക്ചേർഡ് പോയാൽ ശരിയാവൂല. അതുകൊണ്ടാണ്. പിന്നെ വിമൻസിന്റെ ഭാഗത്തുനിന്ന് വിമൻസിന്റെ കമ്മ്യൂണിറ്റി കുറച്ച് ഡൗൺ ആയി കിടക്കുന്നുണ്ട്. അതൊന്ന് പിന്നെ സെറ്റ് റിയാസ്, ആക്കി ഹലോ എടുക്കേണ്ടത്. റിയാസ് ബ്രോ. പറഞ്ഞു. പിന്നെ ഹലോ, പിന്നെ മറ്റേ നമ്മുടെ ഡിസ്കോഡിൽ വേറെ ഓപ്ഷൻ ഉണ്ട്, അതായത് നമുക്ക് ലൈവ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കാണിക്കാം. മീൻസ് ഇപ്പൊ ക്ലാസ് എടുത്ത് കൊടുക്കുന്ന പരിപാടി അതിനകത്ത്, മനസ്സിലായോ? അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ പഠിക്കുന്ന നന്നായിട്ട് മീൻസ് അവരെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും മറ്റവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്ഷൻ ഒക്കെ ഉണ്ട് അതിനകത്ത്. അത് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് ഇതാക്കാം. അതെ, ഞാൻ പറഞ്ഞല്ലോ, ഒക്കെ നമ്മൾ ടെക്നോളജി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ്. നമ്മളിപ്പോ ഫ്യൂച്ചറിൽ ഡിസ്കോഡ് വേണ്ടവർക്ക് ഡിസ്കോഡിലേക്ക് നമുക്ക് ആക്സസിബിലിറ്റി ശരിയാക്കി കൊടുക്കും. വാട്സപ്പ് സ്റ്റോപ്പ് ചെയ്യാതെ തന്നെ ഡിസ്കോഡിൽ തന്നെ നമ്മൾ ഓപ്പൺ ആക്കി കൊടുക്കുക. ആ ലെവലിൽ നമുക്ക് മെല്ലെ മെല്ലെ മൈഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാം. റെക്കോർഡ് ചെയ്യാൻ പറ്റും തോന്നുന്നു എനിക്ക്. റെക്കോർഡ് ചെയ്തിട്ട് വേണമെങ്കിൽ അതും കാണാൻ പറ്റും. അതെ, അത് നമുക്ക് ചെയ്യാം. നമുക്ക് ഞാൻ നോക്കട്ടെ, ഒന്ന് അനലൈസ് ചെയ്ത് നോക്കട്ടെ. അതാകുമ്പോ കണ്ടന്റ് കുറെ കിട്ടും, മനസ്സിലായോ? കണ്ടന്റ് ഇപ്പൊ എനിക്ക് തോന്നുന്ന ഗ്രൂപ്പില് 900 ഒരു ഗ്രൂപ്പിൽ തന്നെ 900 ഒരു 100 പേര് നന്നായിട്ട് ആക്റ്റീവ് ചെയ്യാൻ മതി, കണ്ടന്റ് ഇഷ്ടം പോലെ വരും. അതെ. പിന്നെ നമ്മളിപ്പോ ഫ്ലട്ടർ, ഞാൻ എപ്പോഴും പറയുന്നത് ഫ്ലട്ടറിന്റെ ടീമിന്റെ ഒരു കൺഗ്രാജുലേഷൻ പറയുന്നു കേട്ടോ. അവന്മാര് വേറെ ലെവലാ. ഒരു 3 ദിവസത്തിനുള്ളിൽ ഫ്ലട്ടറിൽ എന്തെങ്കിലും ചർച്ച നടക്കാറുണ്ട്. അത് അവർക്ക് പ്രത്യേകിച്ച് ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കണം കേട്ടോ.
എനിക്ക് എപ്പോഴും ഒരു ഹാപ്പി ഉള്ളത് എന്താ വെച്ചാൽ ഫ്ലട്ടറിന്റെ ടീമിനെ ആലോചിച്ചിട്ടാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാർ എന്തെങ്കിലുമൊക്കെ വാരി വലിച്ചതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിടും. പക്ഷെ അത് ടെക്നിക്കൽ ഡിസ്കഷൻ ആയിരിക്കാം, ചിലപ്പോൾ ആർട്ടിക്കിൾ എഴുതിയതായിരിക്കാം, എന്തെങ്കിലും അല്ലെങ്കിൽ ഡൗട്ട് ചോദിച്ചിട്ട് അതിനെ ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഫ്ലട്ടറാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള. അതേപോലെ തന്നെ എല്ലാവരും ഒന്ന് സഹകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സമയം ഉണ്ടാവില്ല. അപ്പൊ ഞാനൊക്കെ സമയം ഉണ്ടായിട്ടൊന്നല്ല ഇതിപ്പോ മീറ്റപ്പ് ഒക്കെ വെക്കണത്. നമ്മൾ ഇത് തുടങ്ങി വെച്ചു, ഇത് വെറുതെ എത്ര കാലത്ത് അധ്വാനം വെറുതെ വേസ്റ്റ് ആയി പോകരുത് എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഞാനിപ്പോഴും ഇത് കണ്ടിന്യൂ ചെയ്യണത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഡൗട്ടുകൾ ഇപ്പൊ എന്നോട് പലപ്പോഴും ചോദിക്കുമ്പോൾ ഞാൻ ഗ്രൂപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഇഷാക്ക് ഇറങ്ങി ഓടിയോ, എന്ത് പറ്റി, നമുക്ക് നെറ്റ്വർക്കിന്റെ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവലുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ജാസിമ ഒരു സെമിനാർ എടുക്കാൻ തയ്യാറല്ലേ? ഒരു AI ലെവലിൽ സെമിനാർ എടുത്താലോ? എനിക്ക് വേണമെങ്കിൽ കുറച്ച് ടീമിനെ ബിൽഡ് ചെയ്തോ. ബനിയെ ഞാനിപ്പോ കുറച്ച് ഇതിലായിട്ട് നിൽക്കുകയാണ്, വീട്ടിലെ കുറച്ച് പരിപാടികൾക്ക് ആയിട്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ആയിക്കോട്ടെ, ഈ ഒരു സബ്ജക്ട് നോട്ട് ചെയ്ത് വെച്ചോ. കുറച്ച് AI ആൻഡ് ഡൊമൈനും ബേസ് ചെയ്ത് കുറച്ച് ടീമിനെ ബിൽഡ് ചെയ്യുന്ന ഇങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചോ. നന്നായിട്ട് കുറച്ച് പെർഫെക്റ്റ് ആയിക്കോട്ടെ. ഒരു മണിക്കൂർ, ഒരു 40 മിനിറ്റ് ഉള്ളൂ കേട്ടോ മാക്സിമം ടൈം. അതും നോട്ട് ചെയ്യണേ. ആ സ്ട്രിക്ട്ലി കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു പോവാം. ബനിയനോടൊരു ദിൽദയാലിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് ബനിയനോട് എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്. ബനെ കുറച്ചും കൂടി ഡീപ്പ് ആയിട്ടുള്ള, ഇപ്പൊ ഫ്ലട്ടറിനെ കുറിച്ചാണെങ്കിലും പൈത്തനെ കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ നോഡിനെ കുറിച്ചാണെങ്കിലും പറയാൻ ഇഷ്ടം പോലെ ആളുണ്ട്. നിന്നോട് ചോദിക്കാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എംബഡഡ് ഡിവൈസ് അതുപോലെ കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നത്, അതിനെ കുറിച്ചൊന്ന് ഒരു സെമിനാർ പോലെ എടുക്കാൻ തയ്യാറുണ്ടാവോ? ഒരു ശരി പ്രസന്റേഷൻ തയ്യാർ? നമ്മുടെ ഡിവൈസിന്റെ ഒരു മൂല മാത്രമാണ് എനിക്ക് ചെയ്യാൻ കിട്ടല്. അത് ചെയ്തിട്ട് എന്ത് കിട്ടുന്നു, ബ്രോ എവിടേക്ക് പോകുന്നു, എവിടെ IoT-യിലോട്ട് വർക്ക് ചെയ്യുന്നു, പോകാറുണ്ടോ? നോ ഐഡിയ. IoT-യിലോട്ട് പോകാറുണ്ടോ? IoT-യിലല്ല, ഞങ്ങൾക്ക് മെയിനായിട്ട് വരുന്നത് ഓട്ടോമൊബൈൽ സെൻസേഴ്സ്, ഓട്ടോമൊബൈൽ കമ്മ്യൂണിക്കേഷൻ, വെഹിക്കിൾ ടു വെഹിക്കിൾ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലാതെ തന്നെ നോക്കുന്നത്. ബനി പക്ഷെ അവിടെ ഒന്നും പേഴ്സണലി ഒരുപാട് പ്രോജക്ട് എൻ്റെർലി ചെയ്തിട്ടില്ലേ? എംബഡഡ് അത് ഇതൊക്കെ ഒരു ആയിട്ട് ഞാൻ അതാ സംഭവം ഉദ്ദേശിച്ചത്. കിട്ടുന്നില്ല. പിന്നെ OS ലെവലിലൊക്കെ ചെയ്തിട്ടുണ്ടോ പണ്ട്? OS ബനിയെ കുറിച്ച് പറയണ ലെവലുകളാണ്. പണ്ട് പിന്നെ OS കയറി കളിച്ച ആളാട്ടാ. OS ലെവലുകളിൽ പിന്നെ വരുമ്പോൾ ലിനക്സ് കേണൽ, ആ ലെവലിലുള്ള വർക്കുകളാണ് വരുന്നത്. അപ്പോഴും അതിൽ എംബഡഡ് എന്നൊരു സംഭവത്തിലേക്ക് ആക്ച്വലി എനിക്ക് തൊടാൻ പറ്റില്ല. ഇപ്പൊ എംബഡിന്റെ സോഫ്റ്റ്വെയർ ഞങ്ങൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് എവിടെ വർക്ക് ചെയ്യുന്നു, ഈ പറഞ്ഞ മാതിരി MNCന്റെ ഒരു പ്രശ്നം അങ്ങനെയാണ്. എന്തിന് വർക്ക് ചെയ്യുന്നു, എവിടെ വർക്ക് ചെയ്യുന്നു ഒന്നും കിട്ടില്ല. ഒരു പീസാണ് നമുക്ക് ചെയ്യാൻ കിട്ടുക. അതെ അതെ. അതിൽ നിന്ന് പിന്നെ പിന്നെ ബനി നമ്മൾ ഒരു കാര്യം മാക്സിമം വിട്ടുപോയി. ഇൻഫർമേഷൻ ഒരു മാറ്റുന്നതാണ്. കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ബനി ഇതിൽ കുറച്ച് വിമൻസിന്റെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അവരോട് കൂടിയാണ് പറയണത്, നിങ്ങളെ വിമൻസിന്റെ കമ്മ്യൂണിറ്റി ഇപ്പൊ അതേപോലെ ഒന്ന് ഇനാക്റ്റീവ് ആയിട്ട് കിടക്കുകയാണ്. അത് മാനേജ് ചെയ്യാനും കൂടി നമുക്ക് ടീമിനെ വേണ്ടി വരും. അതില് മെൻസിന് അവരെ മാനേജ് ചെയ്തോളത്. അപ്പൊ അതൊന്ന് എന്ത് ചെയ്യാം, നമുക്ക് വിമൻസിന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഒന്ന് ഇനീഷ്യേറ്റീവ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവർ അതിനൊരു അഡ്മിനിസ്ട്രേഷൻ, അപ്പൊ അതൊന്ന് സെറ്റാക്കി എടുക്കേണ്ടതുണ്ട്. അത് ഫസ്റ്റ് മുതലേ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഞാൻ വീഡിയോ ഇടുന്നുണ്ട്, എന്തായാലും യൂട്യൂബിൽ ഇടുന്നുണ്ട് ഇതിന്റെ. അപ്പൊ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. താല്പര്യമുള്ള ആൾക്കാരൊന്ന് പേഴ്സണലി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വിമൻസിന്റെ കമ്മ്യൂണിറ്റി മാനേജ് ചെയ്യാനുള്ള ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാം. അപ്പൊ അതിന് കണ്ടിന്യൂ ചെയ്തോ. അത് പിന്നെ IoT കേസുകൾ ചോദിച്ചോട്ടെ. പറഞ്ഞു. അതായത് ഈ വുമൻസിന്റെ ആള് വേണമെന്ന് പറഞ്ഞില്ലേ, അപ്പോ ഇന്ന ആള് വേണം അങ്ങനെ എന്തെങ്കിലും ലിമിറ്റ് ഉണ്ടോ? ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, എന്റെ സിസ്റ്റർ, അപ്പൊ അങ്ങനെയൊന്നുമില്ല. അത് പുള്ളിക്കാരത്തേക്ക് നോക്കാൻ പറ്റും. ജനറൽ വിമൻസില് ജനറൽ കമ്മ്യൂണിറ്റിയാണ്. നമ്മള് ഇതില് പോലല്ലോ. ഇപ്പൊ മേളില് വിമൻസിന് വരണമെങ്കിൽ വരാം, ഫ്ലട്ടറിൽ വിമൻസിന് വരണമെങ്കിൽ വരാം. പക്ഷെ വിമൻസിൻ്റെതായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മളെ ഓൺലൈൻ ആയിട്ടുള്ള 2 കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ അത് മാനേജ് ചെയ്യണ കാര്യം പറയാം. അതിൽ വിമൻസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഓ, ഓക്കെ അതാണ് ഓക്കെ. ഉദ്ദേശിച്ചത്. ഞാൻ എംബഡഡിൽ വർക്ക് ചെയ്തിട്ടോളം ഞാൻ നേരിട്ടൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഒരു പ്രൊഡക്റ്റ് ലെവലിലാണ് കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്. പലരും പല ലെവലിലാണ് കാര്യങ്ങൾ കാണുന്നത്. ഒന്ന് ക്യൂരിയോസിറ്റിക്ക് ചെയ്യുന്നവരുണ്ടാവും, എന്താണെന്ന് അറിയാനും വേണ്ടി ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ എപ്പോഴും നമ്മളൊരു പ്രൊഡക്റ്റ് ലെവലിലാണ് തിങ്കിങ് വരേണ്ടത്. ഈവൻ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ലെവലിൽ വന്നിട്ടില്ലെങ്കിലും ഒരു സർവീസ് ബേസ്ഡ് ലെവലിൽ വരണം.
എന്നാലേ നിങ്ങൾക്ക് അതൊരു വർത്തുള്ള ഒരു സംഭവമാക്കി മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സർവീസ് ലെവലിൽ ചിന്തിക്കുകയാണെങ്കിൽ ഓക്കെ, ഇന്നൊരു സംഭവം നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന ആളുകൾക്ക് അത് നമുക്ക് സെല് ചെയ്യാം. ഒരു പ്രൊഡക്റ്റ് ആക്കി മാറ്റുകയാണെങ്കിൽ നമുക്ക് ഇന്ന രൂപത്തിൽ അതിനൊരു ബിസിനസ് മോഡൽ ഉണ്ടാക്കിയ ഒരു ബിസിനസ് ഇത് വെച്ച് ഞാൻ മാറ്റാം. അപ്പോൾ ഈ സാധനം പ്രോട്ടോടൈപ്പ് ചെയ്യുന്നു, പ്രൂഫ് ഓഫ് കൺസെപ്റ്റ് ഉണ്ടാക്കുന്നു. നേരെ മറിച്ച് അത് ഒരു മാർക്കറ്റ് ലെവൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ലെവൽ പ്രൊഡക്ഷനിലേക്ക് പോകുമ്പോൾ ആ ഒരു സൊല്യൂഷൻ നമുക്ക് മതിയാവില്ല. അതിലും കുറഞ്ഞ ചീപ്പ് ലെവൽ മീറ്റിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ജിറ്റ്സി അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ അതിലേക്ക് അല്ലെങ്കിൽ ഡിസ്കോഡിലേക്കൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കണം. പക്ഷേ ഇതുമാതിരി തന്നെ ഓരോരുത്തരും അതിനെപ്പറ്റി സെക്ഷൻസും കാര്യങ്ങളും വെക്കുകയാണെങ്കിൽ, അത് യൂസ് ചെയ്ത് പരിചയമുള്ളവർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ ഓപ്പർച്യൂണിറ്റിയിലാണ് അവിടെ ഉള്ളത് എന്നുള്ളത്. അപ്പം നമ്മൾ പോയി ട്രൈ ഔട്ട് ചെയ്യുന്നതിനു പകരം ആരെങ്കിലും ട്രൈ ഔട്ട് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു സെക്ഷൻ വെക്കുകയാണെങ്കിൽ എത്രയും ഉപകാരമാവും. ഇനിയിപ്പോ നെക്സ്റ്റ് കേസ് വരാണെങ്കിൽ വിമൻസിന്റെ ഭാഗത്തെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ആയിട്ടുണ്ടെന്നാണ് വിചാരിക്കണേ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നന്നായിരിക്കും. നമ്മൾ കൂടുതൽ വലിച്ചു നീട്ടി പറയാനേക്കാളും നല്ല കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്. ഇനി നമുക്ക് IoT റിലേറ്റ് ചെയ്ത് നമുക്കൊരു സബ്ജക്റ്റ് എടുക്കാണ്ട് കേട്ടോ, നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. നല്ലൊരു സബ്ജക്റ്റ് എടുക്കേണ്ടതുണ്ട്. അതെന്തായാലും പറഞ്ഞോ ബ്രോ. IoT എനിക്ക് കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, ട്രൈ ചെയ്യാം. നമ്മൾ ഈ ഇന്നത്തെ മീറ്റപ്പുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഡിസ്കഷനോ അല്ലെങ്കിൽ ഡൗട്ടുകളോ സജഷൻസോ? നെറ്റ്വർക്കിങ്ങിന്റെ ഒരു ടീമുണ്ടോ? നെറ്റ്വർക്കിംഗ് അതില് നമ്മൾ മെയിൻ സോഫ്റ്റ്വെയർ ആണ് ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അതിനെ കൂടുതലായിട്ട് പറയാന് അങ്ങനെ പറയരുത്. അതിന് വേണ്ട സപ്പോർട്ട് വേണമെങ്കിൽ ചെയ്തു തരാം. ആരെങ്കിലും അറിയുന്ന ആൾക്കാർ. വനി എല്ലാത്തിലും സാമ്പാർ പോലെ എല്ലാത്തിലും കൈയിട്ട ആളാണ്. അല്ല, നെറ്റ്വർക്കിൽ നമ്മള് സെക്യൂരിറ്റി ടീം ഉണ്ട്. സെക്യൂരിറ്റി ടീം അതിന്റെ പ്രോട്ടോകോൾസ്, പാക്കറ്റ് അനാലിസിസ്, പാക്കറ്റ് മുക്കല്, ഞാനൊരു ഫയർവാൾ എക്സ്പേർട്ട് ആള്. നെറ്റ്വർക്ക് ചെയ്തോണ്ട് വർക്കൊക്കെ ചെയ്തോണ്ടുണ്ട്. അപ്പൊ എനിക്കൊരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. ഉണ്ട്. സെക്യൂരിറ്റി ടീംസ് ഒരുപാടുണ്ട്. അവര് പലരും ഇരിക്കുന്ന ജാസിം അടക്കം അതിൽ പല നെറ്റ്വർക്ക് പൊളിക്കാൻ ഉഷാറുള്ള ആളാണ്. അപ്പോ ജാസിമിന് നല്ല പണിയൊന്നും അറിയില്ല. ജാസിമ ഫുള്ള് ഉടായ്പ പണി എന്തൊക്കെ ഉണ്ട് അതൊക്കെ അവന്റെ കൈക്കുണ്ട്. അത് മതി, നമുക്കത് മതി. അത് പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല. കാരണം നമുക്ക് യൂസ് ചെയ്യുന്നത് ചിലപ്പോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മളെ തലയിൽ ഞാന് ഒരു ദിവസം കുറച്ച് ദിവസം മുമ്പ് ഒരു മീറ്റപ്പ് നടത്തി. ഞാൻ കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ. അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്
ഇവര് ബനിയും ജാസിമും സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാന് കേൾക്കുന്നുണ്ട്. അവസാനം എനിക്ക് അതിലൊരു യാതൊരു റോളും ഇല്ല, എനിക്കറിയാത്ത കാര്യങ്ങൾ അവർ സംസാരിക്കുന്നത്. ഞാൻ കുറെ നേരം കേട്ടിരുന്ന് അവസാനം ഉറക്കത്തിൽ പെട്ട് ഉറങ്ങി. രാവിലെ 3 മണിക്ക് എണീച്ചപ്പോൾ ഇവരെ മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല, ഇവര് ചർച്ച ചെയ്തോണ്ടേ ഇരിക്കാണ്. അല്ല അതാണ് രസം. അതേപോലെ സംഭവം രസമായിട്ടാ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ഇവരെ മീറ്റിംഗിൽ ഇരുന്ന് കഴിഞ്ഞാല്. നമുക്കുള്ള ആകെയുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മൾ അറിയാത്ത മേഖലയിലൂടെ പല ആളുകൾ സംസാരിക്കുമ്പോൾ, ഇപ്പൊ ഞാൻ ചിലപ്പോൾ എനിക്ക് വർക്ക് ചെയ്ത മേഖലയിലായിരിക്കും സംസാരിക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് അതിൽ യാതൊരു ബന്ധം ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അതിനെ കുറിച്ച് പഠിച്ചു പോകും. അതിനാണ് ഈ കമ്മ്യൂണിറ്റി. ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ബനീന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ബനീനിൽ നിന്ന് ഒരുപാട് മറ്റേ ഗ്രേഡിൽ മൈഗ്രേഷന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിന് വേണ്ടി കുറെ റിസർച്ച് ചെയ്ത് എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനത്തെ ഒരു സംഭവം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതിന് കുറെ കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ മീറ്റപ്പിലേറ്റ ബനി കേണലിനെ കുറിച്ച് പറഞ്ഞു, റിലാക്സിന്റെ. അതൊക്കെ ഞാൻ പഠിച്ചത് അങ്ങനെയാണ്. ഇതേപോലെ മീറ്റപ്പ് നടത്തും, അതിൽ ഡിസ്കഷൻ നടത്തും. ഇതൊന്നും കൂടി സ്ട്രക്ചർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടുന്ന രീതിയിലേക്ക് അതൊന്നും കൂടി മാറും. അതാണ് ഇതൊന്ന് സ്ട്രക്ചർ ആക്കാനുള്ള ഒരു പ്ലാൻ ആക്കിയത്. വേറെ ഒന്നുമില്ല. വേറെ എന്തെങ്കിലും സംസാരിക്കാൻ ആർക്കെങ്കിലും അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലും, ബാക്കിയുള്ളവർക്ക് കേൾവിക്കാരായിട്ട് ഇരിക്കും. ആ പരിപാടി ഇവിടെ വേണ്ട കേട്ടോ. നിങ്ങൾക്ക് എന്തും പറയാം, വേണമെങ്കിൽ ജാസിമിന്റെ 2 തെറിയും വിളിച്ചോളൂ, ഒരു കുഴപ്പമില്ല, അവൻ സഹിച്ചോളൂ. എന്നാലും വേണ്ടില്ല, എന്തെങ്കിലുമൊക്കെ പറയും. റിയാസ് ബ്രോ ഒന്ന് അല്ല, എടുക്കുന്ന ക്ലാസ് ഒക്കെ ഡോക്യുമെന്റ് ആക്കി വെച്ചാൽ മതി. ഇതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും ആ ഉപയോഗപ്രദമാവും. ഡോക്യുമെന്റ് നല്ലതാണ്. എന്താ വെച്ചാല് നമ്മളിപ്പോ അത് പറഞ്ഞപ്പോൾ ആ പറയാൻ വിട്ടുപോയ കേസാ. നമ്മളിപ്പോ ഒരു 5 ആള് കൂടിയിട്ട് ഒരു സെമിനാർ അവതരിപ്പിക്കുന്നതായിരിക്കാം. ആ സെമിനാർ എന്ത് ചെയ്യാം, നമ്മൾ ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ഡൊമൈൻ ബേസ് ചെയ്തിട്ടാവില്ല സെമിനാർ നടത്തിയിട്ടുണ്ടാവുക, എല്ലാവരും മെമ്പേഴ്സിനും ആക്സസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ ഞാനൊരു ഷീറ്റ് ഷെയർ ചെയ്യാം, എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ. ഏത് ഓരോ വീക്കിൽ നടത്തുന്ന മീറ്റപ്പ് ആ ഷീറ്റിൽ ലിങ്ക് ഉണ്ടാവും, ആ സെമിനാറിന്റെ ലിങ്ക്. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പണ്ട് നടന്ന മീറ്റപ്പിനെ കുറിച്ചുള്ള ഇത് നമുക്ക് സെർച്ച് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് നല്ലൊരു ആശയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മളെ ഈ ആപ്പ് വരുന്നില്ല, ആപ്പിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓരോ വീക്കിൽ നടക്കുന്ന സെമിനാറിന്റെ ലിങ്കുകൾ കൊടുക്കുന്ന ആപ്പിലാകുമ്പോൾ കുറച്ചും കൂടി ആ ഡേറ്റ് കൊടുത്താൽ മതിയല്ലോ, മറ്റേ ഷീറ്റ് നോക്കണ കാര്യമല്ലല്ലോ. അത് നമുക്ക് ഒന്ന് പരിഗണനയിൽ വെക്കാം. അതൊക്കെ ഞാനെൻ്റെ ആശയങ്ങളാണ്. ഒന്ന് ഇപ്പൊ ദിൽദയാൽ പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു മൈൻഡിൽ അങ്ങനെ ചെയ്താലോ, ആപ്പിനെ കുറിച്ച് തിങ്ക് ചെയ്തത്, അതിലേക്ക് മാറ്റിയാലോ എന്നുണ്ട്. അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. ആപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം ഉണ്ടാക്കുന്നില്ല, ഞാൻ തുടക്കം നോക്കുന്നുള്ളൂ, ബാക്കി നിങ്ങൾ പണിയിരിക്കേണ്ടി വരും കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് അധ്വാനിക്കുന്നല്ല പറഞ്ഞത്, എല്ലാരും കൂടി ഒത്തുപിടിക്കുക. പിന്നെ എൻ്റെ ഒരാള് ഒരു പണി കിട്ടിയിരുന്നു, എൻ്റെ പഴയ അക്കൗണ്ട് ഒരു സാധുവിന് സഹായം ചെയ്തു കൊടുത്ത ആ സാധുവിന് വേറെ ആള് പഞ്ഞി കിട്ടി. അത് കാരണം ആ അക്കൗണ്ടിന്റെ പ്ലേ സ്റ്റോർ അക്കൗണ്ട് പൂട്ടിപ്പോയി. ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു പ്ലേ സ്റ്റോർ അക്കൗണ്ട് ഓപ്പൺ ആക്കിയതാ. ഇനി അക്കൗണ്ടിൽ ആപ്പൊക്കെ പോസ്റ്റ് ചെയ്യാം, പക്ഷെ ഞാൻ സ്ട്രിക്ട്ലി പറയാണ്, ഞാൻ ഓപ്പൺ ആക്കി തരുമൊക്കെ ചെയ്യാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ സോഴ്സ് കോഡ് ഞാൻ ഡിപ്ലോയ് ചെയ്ത് നിങ്ങൾക്ക് ലൈവായിട്ട് ഡിപ്ലോയ് ചെയ്യാം, സോഴ്സ് കോഡ് എൻ്റെ കയ്യിൽ കിട്ടണം, എങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനുള്ള ഒരു അവസരം ഞാൻ തരാം. കാരണം അത്ര വലിയ പൈസ മുടക്കിയിട്ട് നമ്മൾ വെറുതെ ഒരു അക്കൗണ്ട് തുടങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കൊരിക്കൽ പണി കിട്ടിയോണ്ട് ഞാൻ പറയും, കംപ്ലീറ്റ്ലി സോഴ്സ് കോഡ് കിട്ടണം, അല്ലെങ്കിൽ ഡിപ്ലോയ് ചെയ്യാൻ അയക്കൂല, ഇതും തരൂല, ആക്സസും തരൂല. ഞാൻ ആ സോഴ്സ് കോഡ് റീഡ് ചെയ്ത് കംപ്ലീറ്റ്ലി വായിച്ച് ഓപ്പൺ സോഴ്സ് അല്ല, സ്ട്രിക്ട്ലി ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള പ്രോജക്ട്സ് മാത്രമല്ലേ? അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ആപ്പ് നിങ്ങൾക്ക് ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ അതിനുള്ള സപ്പോർട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റിന്റെ കാര്യം മാത്രമല്ല, നിങ്ങൾക്ക് പേഴ്സണലി ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ട് ഡിപ്ലോയ് ചെയ്യാൻ പ്ലേ സ്റ്റോർ വെറുതെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ആപ്പിന്റെ ഒരു ആവശ്യം മാത്രം ഉണ്ടെങ്കിൽ വെറുതെ പർച്ചേസ് ചെയ്യാൻ നിൽക്കണ്ടല്ലോ, നിങ്ങൾക്ക് ചെയ്താൽ. പക്ഷെ കംപ്ലീറ്റ്ലി പറയണു, സ്ട്രിക്ട്ലി പറയണു, എനിക്ക് ഒരിക്കൽ പണി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ സോഴ്സ് കോഡ്, പ്രൈവസി പോളിസി, കംപ്ലീറ്റ് ഡാറ്റ ഉണ്ട്. അത് ലൈവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ബിൽഡ് എടുത്തിട്ട് ലൈവായിട്ട് ഡിപ്ലോയ് ചെയ്യേണ്ടി വരും, എങ്കിൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, അതിനുള്ള പെർമിഷൻ തരുള്ളൂ. എനിക്കൊരു പണി കിട്ടിയതുകൊണ്ടാണ്, വേറെ എന്തല്ല. ഞാൻ എൻ്റെ അക്കൗണ്ട് പൂട്ടിപ്പോയതിന് സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ വിട്ടുതരാം, വേണമെങ്കിൽ ഏത് ആപ്പിലാണ് പണി കിട്ടിയതെന്നും കൂടി ഞാൻ വിട്ടുതരാം. ഇത് കംപ്ലീറ്റ് പ്ലേ സ്റ്റോർ ഗൂഗിൾ ബാൻ ചെയ്യുക ചെയ്ത്, അതായത് അത്രയ്ക്ക് വലിയ ഇല്ലീഗൽ ആയിട്ടുള്ള എന്തോ ഒരു ആപ്പായിരുന്നു അത്. സംഭവം ആള് ഫ്രീലാൻസ് വർക്ക് വാങ്ങിയതാണ്, പാവാണ്, ആ മനുഷ്യനൊന്നും പറയാനും പറ്റൂല, കാരണം അത് സപ്പോർട്ട് എന്നുള്ള ലെവലിൽ ഞാൻ ചെയ്തു കൊടുത്തതാണ്. അപ്പൊ അവൻ അറിയാതെ പറ്റിപ്പോയത്, അവന്റെ മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ അത് വിഷയമല്ല വെച്ചാല് ഒഴിവാക്കി. നമ്മൾ ഒരിക്കൽ പണി കിട്ടി നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയണേ. ഇത് സ്ട്രിക്ട്ലി ഞാൻ പറയാണ്,
സോഴ്സ് കോഡ് ഇല്ലാതെ സപ്പോർട്ട് ചെയ്യുന്ന പരിപാടി ഇല്ല കേട്ടോ. കാരണം എന്ത് പ്ലേ സ്റ്റോർ തുടങ്ങാൻ നമുക്ക് കുറച്ച് പൈസ ഉണ്ടാവുള്ളൂ, പക്ഷെ നമുക്ക് പണി കിട്ടുന്ന വലിയ പ്രശ്നമാണ്. കുറച്ച് നേരത്തെ അധ്വാനം ഉണ്ട് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ. അപ്പോൾ അത് അങ്ങനെ പോട്ടെ. എന്നാ പിന്നെ എന്തായാലും എന്തോ പറഞ്ഞ് മുഴുമിപ്പിച്ചില്ല, അന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒക്കെ പറയാം. എന്നിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യണം. ഇല്ല, എല്ലാരും ഇതിൽ അത്യാവശ്യം നന്നായിട്ട് മറ്റേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഞാൻ പറയണേ. ഇപ്പൊ ഒരു 5-6 പേരല്ലേ ഇപ്പൊ സംസാരിച്ചിട്ടുള്ളൂ. അതെ അതെ. എനിക്കൊരു ചെറിയൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ആപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ, ഞാൻ ഫുള്ള് കേട്ടിട്ടില്ല, ഞാൻ കുറച്ച് വൈകിട്ടൊക്കെ ജോയിൻ ചെയ്തത്. അപ്പോൾ ആപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതൊരു കമ്മ്യൂണിറ്റി ടൈപ്പ് ആയിട്ട് ബിൽഡ് ചെയ്തൂടെ, ഒരു ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റ് പോലെ ആയിട്ട്? അതാകുമ്പോൾ ഓപ്പൺ സോഴ്സ് പ്രോജക്ട്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാ, അതിൽ എങ്ങനെയാണ് ആക്ച്വലി ഇഷ്യൂസ് അല്ല, ഇടുന്നത്, അത് പുൾ നമുക്ക് റിക്വസ്റ്റ് ഇടുന്നത്? ചെയ്യാം. പക്ഷെ അത് സ്റ്റാർട്ടിന് നമുക്ക് സബ്ജക്ട് ബേസ്, അത് ഏറ്റവും നല്ല ആൾ ഓക്കെ. ഇപ്പൊ കേൾക്കാവോ? ഇവിടെ കറക്റ്റാടാ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ. അതില്ല, ഞാൻ എൻ്റെ മൊബൈലിന്റെ സെർവറിലെ സിസ്റ്റത്തിൽ നെറ്റ്വർക്ക് പോയി. കാരണം വൈഫൈന്റെ പ്രശ്നം മൊബൈൽ നെറ്റ്വർക്കിലിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ, ഓരോ ടീമിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഫ്ലട്ടറിൽ ഓപ്പൺ സോഴ്സ് വന്നു, ഫ്ലട്ടറിന്റെ ടീമുണ്ട്, ഒഫീഷ്യൽ ടീമുണ്ട്. അതിൽ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് വിചാരിക്കുക. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കോൺട്രിബ്യൂട്ട് ചെയ്യാം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഫ്ലട്ടറിന്റെ ഒഫീഷ്യൽ ഫ്ലട്ടറിന്റെ എന്തെങ്കിലും ബഗ്ഗുകൾ ഉണ്ടെങ്കിൽ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. അപ്പൊ ബനിയെ പോലത്തെ ഒരുപാട് ഓപ്പൺ സോഴ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് പരിചയമുള്ള ആളാണ് ബനി. അപ്പൊ ബനിയൊക്കെ ഇൻസ്ട്രക്ഷൻ തരും എങ്ങനെ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള. ആ ടീം അഡ്മിൻ ടീമിന്റെ അണ്ടറിൽ നിങ്ങൾക്ക് എങ്ങനെ ഇൻസ്ട്രക്ഷൻ തരും. അഡ്മിൻ ടീം ബിൽഡ് ആയതിനു ശേഷം അതാകുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യാം. ബനി പറ. നമ്മളെ മെയിൻ സോഫ്റ്റ്വെയറിൽ മെയിൻ ആയിട്ട് വരുന്നത് പെർഫോമൻസ് ബേസിലുള്ള കാര്യങ്ങൾ CCP ആണ്. പക്ഷെ ഫ്ലട്ടറിൽ ഇപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളത്, ഫ്ലട്ടർ കുറെ കോർ പാക്കേജുകൾ മാനേജ് ചെയ്യുന്നുണ്ട്. ഫ്ലട്ടറിന്റെ കൂടെ വരുന്ന ഗോ റൂട്ടർ, അങ്ങനെയുള്ള ഫ്ലട്ടറിന്റെ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ അതാണ്. ഫ്രെയിം വർക്കിന്റെ ഒരു ലാംഗ്വേജ് റൺ ടൈം മാത്രമല്ല ഉണ്ടാവുക, നമുക്ക് റെഡി ടു യൂസ് ആയിട്ടുള്ള കുറെ പാക്കേജുകൾ ഉണ്ടാവും. അതിനുള്ള കുറെ പാക്കേജുകൾ ചെയ്തുകൊണ്ടിരിക്കുക. നോർമൽ ഹലോ വേൾഡ് എഴുതാൻ പറ്റുന്ന ഡെവലപ്പർക്ക് പോലും ജോയിൻ ചെയ്യാം. കാരണം അവിടെ ഉള്ളത് കംപ്ലീറ്റ്ലി ഫ്ലട്ടർ പ്രൊജക്റ്റുകളാണ്. അതല്ലാതെ ബാക്കിയുള്ളതിലൊക്കെ വരുന്ന മാതിരി CPP അല്ലെങ്കിൽ ഇന്റേണൽ കാര്യങ്ങളല്ല. അപ്പോൾ അതിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓപ്പൺ കോൺട്രിബ്യൂഷനിൽ അത്രയും ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. ഫ്ലട്ടറിൽ വരുമ്പോൾ ഡയറക്റ്റ്ലി ഗൂഗിളിൻ്റെ അടുത്ത് നിന്നാണ് നമുക്ക് സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിലൊക്കെ എത്രയോ ആളുകൾക്ക് സഹായിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ വരുമ്പോൾ ടെക്നോളജി ഡീപ്പിലേക്ക് പോകുമ്പോൾ, OS ലെവൽ വരുമ്പോൾ, എൻജിൻ ലെവലിലേക്ക് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ടെക്നോളജി നമ്മളെ കയ്യിൽ വേണ്ടി വരും. റെസ്റ്റ്, CPP അങ്ങനെയുള്ള ലാംഗ്വേജ് കയ്യിൽ വേണ്ടി വരുന്നു. ബട്ട് ഓപ്പൺ കോൺട്രിബ്യൂഷൻ പ്രണവ് പറ. എല്ലാ തലത്തിലും ചെയ്യാം. ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത്, ഈ ഓപ്പൺ സോഴ്സ് പ്രൊജക്ട് ഉദ്ദേശിച്ചത് എന്താ വെച്ചാല്, ഇങ്ങനെ ഒഫീഷ്യൽ ആയിട്ടുള്ളതിലേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ പെട്ടെന്ന് ഒരാൾക്ക്, ഒരു ബിഗിനർ എന്ന നിലയിലോ അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടേ ഇല്ലാത്ത ഒരാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, ഇവിടെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു ആപ്പ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അത് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തന്നെ ഇരുന്ന് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിന് പ്രോപ്പറായിട്ട് മോഡറേറ്റേഴ്സിനെയും അതിനനുസരിച്ചിട്ടുള്ള എന്താ പറയാ, ഞാൻ രണ്ട് കാര്യം സ്വീകരിക്കാൻ ഓൾവേസ് വെൽക്കം. അത്രക്ക് പണി കുറയും. അതന്നെ പിന്നെ ഒരാളെ വെക്കുക, അതിനെ ഓരോന്നായിട്ട് ചെയ്താൽ മതിയല്ലോ എന്ന് ഞാൻ പറയുന്നു. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഒന്ന് DM വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഡിസ്കസ് ചെയ്ത് നല്ലൊരു ഇനീഷ്യേറ്റീവ് ആയിട്ട് എടുക്കാം. നല്ലൊരു ഡിസൈനർ ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും നല്ല. ആരെങ്കിലും ഡിസൈനിങ് ഉണ്ടെങ്കിൽ ഒന്ന് പേഴ്സണലി വരികയാണ്, നമുക്ക് സ്ട്രക്ചർ ചെയ്ത് ചെറിയൊരു ആപ്പ് മതി. വളരെ സിമ്പിൾ ആപ്പ്. എത്ര കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നിങ്ങളെ ആശയങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഉൾപ്പെടുത്തട്ടോ, നമുക്ക് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കാം. എന്റെ ആശയത്തിൽ ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റി
ലിങ്കുകൾ കിട്ടണം. പിന്നെ അവരെ റെസ്യൂം കാര്യങ്ങൾ, അവരെ മൊബൈൽ പേരടിച്ചു കഴിഞ്ഞാൽ റെസ്യൂം അവരെ ഡീറ്റെയിൽ കിട്ടണം. എന്താ വാക്കൻസി നിങ്ങൾ ജോബ് ബേസ് ബാക്കിയുള്ള ആ ലിങ്ക് നോക്കുക. പുഷ് നോട്ടിഫിക്കേഷൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു ലിങ്ക് വരും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ലിങ്ക്ഡിനോ അല്ലെങ്കിൽ മറ്റുള്ള വെബ്സൈറ്റിന് ലിങ്ക് എന്തെങ്കിലും ഉണ്ടാവും. അത് നോക്കുക, അത് നിങ്ങൾ സെർച്ച് ചെയ്യുക. അത്രേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. പിന്നെ വാട്സപ്പിന്റെ കുറെ ലിങ്കുകൾ ഉണ്ടാവും, നമ്മളെ ഈ എല്ലാ കമ്മ്യൂണിറ്റിന്റെ ലിങ്കുകൾ. പിന്നെ അവരെ കണക്ട് ചെയ്യുക, അഡ്മിൻ ഇമെയിൽ ആരൊക്കെ അവരെ കണക്ട് ചെയ്യാനുള്ള സെറ്റപ്പ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ വേറെ ഒന്നുമില്ല. അതേറ്റ് അതിൽ വളരെ സിമ്പിൾ ഒരു സാധനം. ബാക്കി നിങ്ങളെ ആശയങ്ങൾ, അല്ലാതെ വലിയ വൈഡ് ആക്കിയിട്ടുള്ള പ്ലാൻ ഒന്നുമില്ല. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഇതിന്റെ എന്തോ ഹാൻഡ് റൈസ് ചെയ്തിരുന്നല്ലോ, ആരൊക്കെ എന്തൊക്കെ റൈസ് ചെയ്തിരുന്നു? ആരെങ്കിലും ഒന്ന് പറയാം. പറഞ്ഞോ ഹലോ. പറഞ്ഞോളൂ. പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞ അല്ല, ബോട്ട് വെച്ച് ചെയ്യാന്ന് വെച്ച് മൈൻഡ് വന്നത്, പെട്ടെന്ന് റൈസ് ചെയ്തത്. ബോട്ട് വെച്ച് ചെയ്യാന്ന് വെച്ചാല് സംഭവം ശരിയാണ്. പക്ഷെ നമ്മൾ AI ടൂൾ പരമാവധി ഇങ്ങനത്തെ കേസിലൊക്കെ AI ടൂളിന് വലിയ യൂസ് ഒന്നും ഇല്ല. വെച്ചാല് നമ്മൾ ഇത് ഡിസ്കഷൻ ഒന്നല്ലല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ കമ്മ്യൂണിക്കേഷന് അങ്ങനത്തെ കാര്യങ്ങൾ കഴിഞ്ഞാല് ഈ ആപ്പിന്റെ കമ്മ്യൂണിറ്റിന്റെ ഒരു പേര് വാട്സപ്പ് ബോട്ടാണ് ഉദ്ദേശിച്ചത്. അത് നല്ലൊരു തീരുമാനമായിട്ട്. അല്ലല്ല, വാട്സപ്പ് ബോട്ടല്ല, ഡിസ്കോഡിലെ ബോട്ടാ. ഓഹോ, അത് സംഭവം ശരിയാണ്. അത് നമ്മൾ ഡിസ്കോഡിലേക്ക് ജമ്പ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ നമുക്ക് അത് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ആദ്യം നമ്മളൊക്കെ ഉള്ള കമ്മ്യൂണിറ്റിനെ ഒന്ന് വൈഡാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റെപ്പ് ആയിട്ട് ഡിസ്കോഡിലേക്ക് മാറുന്ന സമയത്ത് ഡിസ്കോഡിന്റെ ലിങ്കും അവിടെ ഉണ്ടാവും, എല്ലാം അവിടെ ഉണ്ടാവും. ഏതൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ജോയിൻ ചെയ്യാം. ആ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഇടണമെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് കുറച്ച് ഡാറ്റാസ് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡൊമൈൻ ഏതാണ്, അവരുടെ എക്സ്പീരിയൻസ് എന്താണ്, ഇത്ര കാര്യങ്ങളൊക്കെ ഒന്ന് അവർക്ക് അവരെ റേറ്റിംഗ്, അവർ ടെക്നോളജിയിൽ എത്ര റേറ്റിംഗ് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും, അവർ റെസ്യൂം ഒന്ന് അപ്ലോഡ് ചെയ്യാൻ. റെസ്യൂമ് വേണ്ടി വരില്ല, എന്നിരുന്നാലും ഒന്ന് അപ്ലോഡ് ചെയ്യാനുള്ള അവസരം, കുറച്ച് ഡാറ്റ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കാൻ നല്ലത്. നമുക്ക് ആകെ ഫയർ ബേസ് വെച്ച് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് പ്ലാന്. ഇതിനനുസരിച്ച് സെർവർ എടുക്കുന്ന മണ്ടത്തരാണ്, ചെറിയ ഡാറ്റ എല്ലാം ഉണ്ടാവുള്ളൂ. അപ്പൊ അത് മതിയാവും. അങ്ങനെയാണ് പ്ലാന് ഇനീഷ്യലി. ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. താല്പര്യമുള്ളവരൊക്കെ സുസ്വാഗതം. നമുക്കിത് ഡിസ്കസ് ചെയ്യാം. ചെറിയൊരു ആപ്പ്, ഒരു മാസത്തിനുള്ളിൽ തന്നെ എന്താണെന്ന് മനസ്സിലായില്ല. ഒന്നുമില്ല, നമ്മൾ ഒരുപാട് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്യാനും, പിന്നെ ലിങ്കിലേക്ക് എന്നാ പിന്നെ എപ്പോഴും കമ്മ്യൂണിറ്റിക്ക് ലിങ്ക് അവിടെ ചോദിക്കാൻ പകരം അതിലേക്ക് നമ്മൾ ലിങ്ക് ഇടുന്ന പരിപാടി അതിൽ അപ്ഡേറ്റ് ചെയ്യുക. അപ്പൊ റീസെറ്റ് ചെയ്യാനെങ്കിലും നമ്മൾ അതിൽ പോയിട്ട് ഇതിൽ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പോലും അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ, വേറെ കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് മീറ്റപ്പിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്നോ എന്ന് അറിയില്ല. അതിൽ കുറെ കാര്യങ്ങൾ ഈ വീഡിയോ യൂട്യൂബിൽ ഇട്ടുമ്പോൾ ഓക്കെ, അത് ഞാൻ യൂട്യൂബിൽ ഇടുന്നുണ്ട്. കാരണം റിപ്പീറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാർ ബോറാവും. അപ്പൊ അത് ഞാൻ യൂട്യൂബിൽ ഇടുന്നുണ്ട്. അതിന് കണ്ടതിന് ശേഷം അഭിപ്രായം പറയാം. എന്തെങ്കിലും സജഷൻസ്, വേറെ ആരെങ്കിലും ഒക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. ഒക്കെ 9:55 ജാസിമാണ് സാധാരണ നീട്ടിക്കൊണ്ടുപോകല്. ഇപ്പൊ ഞാൻ നീട്ടിക്കൊണ്ടുപോയപ്പോ ജാസി ഇൻഫോം ചെയ്ത് സമയം ജാസി എന്തായാലും ഇങ്ങനെ കൺട്രോൾ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കമ്മ്യൂണിറ്റിയിൽ മാനേജ്മെന്റ് ടീം വേണമെന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല. ഇങ്ങനെ ടീം കൺട്രോൾ ചെയ്യാൻ ഒരു ടീം ഉണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് സ്ട്രിക്ട്ലി പറഞ്ഞു 9:55 തുടങ്ങിയിട്ടോ ടൈമായിന്ന്. അതേപോലെ അതൊക്കെ തന്നെയാണ് ഉദ്ദേശം. നമ്മുടെ ടൈം വെറുതെ അനാവശ്യമായിട്ടുള്ള കുറെ ചർച്ചകൾ മുന്നോട്ട് പോകാതെ കാര്യങ്ങൾ പറയാം, സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ചർച്ചകൾ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ ടെക്സ്റ്റ് ആയിട്ട് വിട്ടാൽ മതി, അത്രേ ഉള്ളൂ. അഡ്മിൻ ആവാൻ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ വേണമെന്നോ? ഞാൻ വിചാരിക്കുന്ന PhD എന്തെങ്കിലും മേലേക്ക് വേണമെന്നല്ലോ. ഞങ്ങളുടെ ഞാൻ ഓൾറെഡി പറഞ്ഞു, അതിന് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ല, അത്രേ ഉള്ളൂ കാര്യം. നമ്മൾ ഇത് മാനേജ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായാൽ മതി, അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നില്ല, ഇവൻ ഞാൻ പോലും ഡിഗ്രി ഒന്നും ഞാൻ പോലും മരിക്ക് പഠിച്ചിട്ടില്ല. ഞാൻ ഡിഗ്രി പോയിട്ടും കൂടി ഇല്ല. നല്ലതാ. ഞാൻ പിന്നെ ഡിഗ്രീന്റെ ഭാഗേ നോക്കിയിട്ടില്ല. അതിന് മുമ്പേ ഞാൻ വലിയ വേറെ പണിക്ക് നോക്കി. കോളേജിൽ പോയിക്കോണ്ടാ ജാസിമേ? അതെന്നെ പറഞ്ഞ ഡിഗ്രീന്റെ ഭാഗത്തേക്കേ നോക്കിയില്ലാന്ന്. ആ കാലത്ത് കോളേജിൽ പോണേ, വെറുതെ അയൽവക്കത്തെ പിന്നെ അല്ല, റിയാസ് ബ്രായി പറഞ്ഞു കഴിഞ്ഞിട്ട് എന്റെ ഇമേജ് പറ്റ തകർത്തിച്ചിരിക്കുന്നു. എന്തായാലും ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെട്ട. എന്റെ പേര് മുഹമ്മദ് ഖാസിം. ഞാന് കാലിക്കറ്റാണ് സ്ഥലം. അതുപോലെ തന്നെ കോയമ്പത്തൂര് ഒരു കമ്പനിയിൽ ഇപ്പം
വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർവീസ് ബേസ്ഡ് ആയിട്ട്. ആൻഡ് മൈൻഡ് സ്റ്റാക്കിലാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ മൈൻഡ് സ്റ്റാക്കിൽ ചെറിയ ചെറിയ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടുമായിരിക്കും. ചെറുതൊന്നുമല്ല കേട്ടോ, അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉള്ള ആളാണ് ജാസിം. അങ്ങനെയൊക്കെ നോക്കണ്ട, നല്ല ഡീറ്റെയിൽ ആയിട്ട് ഓൾമോസ്റ്റ് അറിയാം. പിന്നെ കുറച്ച് കുരുട്ട് ബുദ്ധി ഉണ്ടല്ലോ, അതായത് ആർക്കും കിട്ടാത്ത കുറച്ച് ഏരിയ കൂടി ഇങ്ങനെ പാസ് ചെയ്തിട്ടുള്ള പണികളുണ്ടല്ലോ, അത് അവനോട് അതിനാണ് ഞാൻ പറഞ്ഞത് ജാസിമിനെ കണക്ട് ചെയ്തത്. ബനി അതൊന്നല്ല കേട്ടോ, ബനി അതുക്കും മേലെ എന്ന് പറയല്ലോ, ഉഡായിപ്പിന്റെ ആശാനായിരുന്നു ഒരു കാലത്ത്. ഞങ്ങളൊക്കെ പോളി പോയിട്ട് കോഡിങ് എന്താന്നും കൂടി അറിയാത്ത കാലത്ത് അവനവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോ നിങ്ങളിപ്പോ ഈ ഗൂഗിൾ മീറ്റിൽ കാണുന്ന ഫോട്ടോ കണ്ടാലറിയാം എത്രത്തോളം ബനിനെ കുറിച്ചൊന്ന് പുകയറ്റി പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ബനി ബിടെക്കിന് ക്ലാസ്സിൽ 4 ദിവസമായിട്ട് അറ്റൻഡ് ചെയ്ത ആളാണ്. ബാക്കി ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ ആളൊന്നും ഒരു കമ്പനി റൺ ചെയ്ത എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ ആണ്. അതാണ് എടുത്ത് പറയുന്നത്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ സംഭവമൊന്നുമില്ല, അത് സ്കില്ലാണ് ഇമ്പോർട്ടന്റ്. അത് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ബനീറ്റ. അല്ല ഇപ്പൊ ആൾക്കാർക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. നമ്മളൊക്കെ തുടങ്ങിയ കാര്യത്തിൽ നമുക്ക് കുറച്ച് സോഴ്സ് കുറച്ചല്ലേ ഉണ്ടായുള്ളൂ. ഇപ്പൊ കുറെ സോഴ്സ് ഉണ്ടല്ലോ പഠിക്കാനും കാര്യങ്ങളൊക്കെ. നമുക്ക് ആ മെന്റാലിറ്റി ഉണ്ടായാൽ മതി. സോഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ആക്സസ് ചെയ്യാൻ കുറവായിരുന്നു. ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ശരിയാണ്, നെറ്റ്വർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും പറയണമെങ്കിൽ ജാസിം എന്തോ പരിപാടിയുണ്ട്. പിന്നെ ഞാൻ ആ പ്രണവിന്റെ ബാക്കി കാര്യം പറയാനായിരുന്നു. അപ്പോ നമുക്ക് അതിലുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ഡോക്യുമെന്റഡ് ആണ്. കോഡ് ഓഫ് കണ്ടക്ട് എങ്ങനെ വേണം, കോഡിംഗ് സ്റ്റൈല്, കോൺട്രിബ്യൂഷൻസ്, അതിന്റെ അപ്ഡേറ്റ്സ്, റിലീസ് നോട്ട്സ്, റിലീസ് ബ്രാഞ്ചസ് എല്ലാം കംപ്ലീറ്റ്ലി സ്ട്രക്ചർ ഉണ്ട്. അതിന്റെ ഫ്രെയിംവർക്കുകളുണ്ട്, ടൂൾസുകളുണ്ട്. പിന്നെ നിങ്ങളെ ഇവൻ ഇപ്പോ കോഴിക്കോടൊക്കെ ജൂനിയർ ഡെവലപ്പേഴ്സ് വരെ ഡയറക്റ്റ്ലി ഡിപ്ലോയ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നുമല്ല അതിന്റെ ഇവൻ ഒരു കാര്യം കൂടി പറയട്ടെ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. കോഡിങ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ 10% മാത്രമുള്ള ഒരു ജോബാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പറഞ്ഞാൽ കോഡിങ്ങും പ്രോഗ്രാമിങ്ങും അല്ല, അത് 10% മാത്രം വരുന്ന ഒരു പണിയാണ്. അതല്ലാത്ത എത്രയോ പണികൾ അതിന്റെ മുന്നിലും പിന്നിലും ഉണ്ട്. നമ്മൾ പിന്നെ വലിയ സംഭവം പറയും, പക്ഷെ യഥാർത്ഥം അങ്ങനെയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുമാതിരി ഒന്നെങ്കിൽ ഇതുമാതിരി ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുമാതിരി നമ്മളെ കമ്മ്യൂണിറ്റിന്റെ കീഴിൽ തന്നെ ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റുകൾ ചെയ്യാം. എന്തായാലും അങ്ങനെ താല്പര്യമുള്ളവർ DM കണക്ട് ചെയ്യുക. നിലവിൽ 2-3 പ്രൊജക്റ്റുകൾ ഓൺഗോയിങ് ആണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യുക, നിങ്ങളുടെ സ്റ്റാർട്ടും കാര്യങ്ങളനുസരിച്ച് ചെയ്യുക. അപ്പോൾ അത്രക്കാരൊന്ന് DM വരികയാണെങ്കിൽ കൂടുതൽ ഉപകാരമാവും. ബനി, അതുകൊണ്ടല്ലേ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്പർ 2 പാർട്ടായിട്ട് കാണുന്നത്. എഞ്ചിനീയറിംഗ് മേഖല വേറെയും ഡെവലപ്പർ മേഖല വേറെയും. അല്ല, ആളത് രണ്ടുമാണ്. ആൾക്കാർ തിരിച്ചറിയാൻ പറ്റുന്നില്ല, അതാണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ ഡിസ്കസ്? നമുക്ക് ഏകദേശം ആയി തുടങ്ങി, 10 മണിയായി. ഇവിടെ ആരെങ്കിലും VoIP ഇല്ല, വോയിസ് ഓഫ് ഇന്റർനെറ്റ്, അതിന്റെ പറ്റി സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന ആരും ടീമുണ്ടോ? ഞങ്ങളെ കമ്പനിയിൽ ഒരു വർക്ക് ഉണ്ടായിരുന്നു. ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ആപ്പ് ഡെവലപ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലോ അല്ലെങ്കിൽ ഇത് വെബ് ഡെവലപ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിൽ രണ്ടിനാണെങ്കിലും റിയാസ് ഭായും ബനിയും ഉണ്ട്. അവരെ പേഴ്സണലായിട്ട് കണക്ട് ചെയ്താൽ കറക്റ്റ് ആയിട്ട് എനിക്ക് കാര്യം കിട്ടും. ഇപ്പൊ ഒരു മീറ്റിംഗിൽ അത് വോയിസ് ഓവർ IP എനിക്ക് തോന്നുന്നു മറ്റേ ലൈസൻസിങ് കാര്യങ്ങളൊക്കെ വേണം തോന്നുന്നു. അതായത് മറ്റേ പരിപാടിയില്ലേ, ഒണ്ടിഫോണാണ് മെയിൻ ആയിട്ട് വോയിസ് ഓവർ IP. ആക്ച്വലി അതൊരു ഗ്രാൻഡ് സ്ട്രീം എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയുടെ ഒരു സാധനം ഉണ്ട്. അവരുടെ റിപ്പോർട്ട് എടുക്കാൻ മാത്രമേ ഉള്ളൂ. അതിൽ റിപ്പോർട്ട് സോഫ്റ്റ്വെയറിൽ ഉണ്ട്. ആക്ച്വലി ആ സോഫ്റ്റ്വെയറിൽ അതിൽ ഫെച്ച് ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് വരണം, അത്രേ ഉള്ളൂ സംഭവം. പക്ഷെ അത് നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഡെവലപ്പേഴ്സ്. എന്തായാലും നിങ്ങൾ റിയാസിനൊന്ന് കണക്ട് ചെയ്യണമെങ്കിൽ ബാക്കി അതിന്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ആശാനോട് തന്നെ പൊക്കാം. ഓക്കെ, എന്നപ്പോ നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ? വേറെ ഒന്നുമില്ലല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ശ്രീനാൻജി വല്ല മിണ്ടാതിരിക്കുന്നുണ്ടല്ലോ. വിമൻസിന്റെ ഭാഗത്ത് നിന്ന് ആരും സംസാരിച്ചിട്ടില്ല കേട്ടോ. ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ആരൊരാൾ ഉണ്ട് തോന്നുന്നു. സെമിഹ ആളുണ്ട്, 3-4 പേര്. പറഞ്ഞോളൂ സിനാൻ. കേൾക്കുന്നില്ലേ? കേൾക്കാം. ഞാൻ ഇപ്പൊ ഇതിക്ക് ജോയിൻ ചെയ്തോണ്ട് കുറച്ച് കത്തിയില്ല,
കുറച്ച് കാര്യങ്ങൾ കേട്ടില്ലായിരുന്നു. ആകെ കേട്ട് ലാസ്റ്റ് കമ്മ്യൂണിറ്റി ആപ്പ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടായിരുന്നു. അതിന് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ പേഴ്സണലായിട്ട് കണക്ട് ചെയ്തിട്ട് ചോദിക്കാന്ന് വിചാരിച്ചു. ഓക്കെ പേഴ്സണലി സംസാരിക്കാം. സെമിയ 2 വാക്ക് പറയുകയാണെങ്കിൽ വിമൻസിന്റെ ഒരു കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇതുവരെ മനസ്സിലായത് ഒന്ന് പറയുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം വേറെ വിമൻസ് ആരും ഇല്ല. അപ്പൊ നിങ്ങളൊന്ന് 2 വാക്ക് പറയുകയാണെങ്കിൽ. കേൾക്കണില്ലേ? ഹലോ, ഐ ആം ഓഡിബിൾ? വോയിസ് കേൾക്കാം. ഓക്കെ ഇതൊന്നും മിണ്ടുന്നില്ലല്ലോ. ഓക്കെ, നമുക്ക് എന്നാ വൈൻഡപ്പ് ചെയ്യാം. 10 മണിയായി, കറക്റ്റ് 10 മണിയായി തോന്നുന്നു. വേറെ ഒന്നും ഇല്ലല്ലോ, നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ ബനി? എല്ലാവരും ഓക്കെ അല്ലേ? ദിൽദയാൽ, മുനീബ് ഒന്നും സംസാരിച്ചില്ല കാര്യമായിട്ട്. മറ്റേ മുനീബൊക്കെ ഭാഗത്ത് ഒരാൾ സംസാരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അല്ല, ഞാന് കുറെ കാര്യങ്ങളൊക്കെ തിരക്കായി പോയി. ഇപ്പഴാണ് കേറുന്നത് തന്നെ. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് അടുത്ത സമയം എന്തായാലും അടിപൊളിയാക്കാം, സെറ്റാക്കാം. ഓക്കെ, എനിവേ ഞാൻ ഇത് യൂട്യൂബിൽ ഇടുന്നുണ്ട് കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ ഇതൊന്ന് നമുക്ക് സ്ട്രക്ചർ ചെയ്ത് എടുക്കേണ്ടതാണ് വളരെ പെട്ടെന്ന് തന്നെ. നമുക്ക് അതൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകേണ്ടതുണ്ട്. ഓക്കെ, എനിവേ താങ്ക് യു. പിന്നെ പ്രണവിന് എന്തോ ആർക്കും നെറ്റ്വർക്കിന്റെ കമ്മ്യൂണിറ്റിന്റെ സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് നമുക്ക് നോക്കാം. ഒന്ന് പേഴ്സണലി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന് വേണ്ട സപ്പോർട്ട് ചെയ്തു തരാം. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകളുണ്ട് നെറ്റ്വർക്കിങ്ങിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അവരെ കിട്ടാൻ കണക്ട് ചെയ്ത് തരാം. കുറച്ച് എൻ്റെ അയൽവാസി ഉണ്ട്. നമ്മളെ ഫലൂരില്ലേ ബനി, നമ്മുടെ പോളിയിലുണ്ടായിരുന്ന ഫലൂരിനെ അറിയില്ല, ഈവനിങ്. അവൻ നെറ്റ്വർക്കിംഗ് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവനായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കട്ടെ. അവനെ ദുബായിലേക്കാണ് വർക്ക് ചെയ്യുന്നത്. അവനൊക്കെ സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ അവൈലബിൾ ആവുമോ എന്ന് അറിയില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്.